വീഡിയോയിലേക്ക് സ്വാഗതം. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Guys, ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ Merry Christmas and Happy New Year. അപ്പൊ ഗായ്സ് ഞാൻ നാറായിട്ട് വന്നേക്കുന്നത് പറയും. നമ്മുടെ കോട്ടയം കാറി അണ്ണമ്മ ചേട്ടത്തിയായിട്ടാണ് നമ്മുടെ കോട്ടയം കാരി ഡയാന ചേട്ടത്തിയാണ്. കോട്ടയം കാറി ഡയാന ചേട്ടത്തിയായിട്ടാണ് ഗായ്സ് അണ്ണമ്മ ചേട്ടത്തി ലുക്ക് ഉണ്ടെങ്കിലും ചേട്ടത്തിയാക്കി ഡയാന ചേട്ടത്തിയായിട്ടാണ് ഗായ്സ് നമ്മളൊന്ന് ചേട്ടത്തി ഓൺ ഫയർ വന്നിരിക്കുന്നത്. അല്ല ചേട്ടത്തിന്റെ വലിയ കുണുക്ക് കമ്മൽ എവിടെ പോയി? എനിക്കില്ല കമ്മല്. അതിന്റെ ജിമിക്ക് പറഞ്ഞു പോയി ഉള്ളതിന്റെ. കുണുക്ക് എനിക്ക് വാങ്ങിത്തര്. എടപ്പോടാ കുണിക്കിട്ട കോഴി ആവണോടാ. പിന്നല്ലടാ ശരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താ നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല, ഒരു ഐഡിയ ഇല്ലാലേ. അതെ പോലെ ഡയന ചേട്ടത്തിനെ പോലെ തന്നെ. അതെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മുടെ വ്ളോഗിന്ന്? യെസ് ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആണോ ചേട്ടത്തി? അതേ മക്കളെന്ന് പറയേ. അതെ എന്റെ പൊന്നു മക്കളെ, നമ്മളിന്ന് എന്നാ ഉണ്ടാക്കാൻ പോകുന്നത് അറിയാവോ? ഇല്ല. നമ്മളിന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ചേട്ടത്തി നമ്മള് പുൽക്കൂട് ഉണ്ടാക്കുന്നത് എന്നാത്തിനാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ക്രിസ്മസ് ഇങ്ങോട്ട് വന്നില്ലേ? നമ്മുടെ ചേട്ടത്തി സാധനങ്ങൾ എടുക്കാൻ പോയതാണ്. അപ്പൊ നമ്മുടെ ഓന്തിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ, പിടിക്കും. അപ്പൊ ഇവനെ കാണാതിരിക്കട്ടെ, നല്ല രസമല്ലേ അവനെ കാണാൻ. അയ്യോടാ, അതിന് ഐലാഷ് ഒക്കെ മോസ്റ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ചേട്ടത്തി വന്നോ? ഡയന ചേട്ടത്തി പൊട്ടം കളിക്കുവാണോ? ഞാൻ ഓന്തിനെ കാണുമായിരുന്നു. വയറൊന്ന് കത്തിപ്പോയി. അത്രേ ഉള്ളൂ. ഗായ്സ്, നമ്മളെ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റത്തെ ഐറ്റം ആണ് ഗായ്സ് നമ്മൾ ഈ കാണുന്നത്. ഈ ബോക്സിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബോക്സിലല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഈ ബോക്സ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിള്ളേർക്ക് ഒരു തല അറിയത്തില്ല എന്ന് പറഞ്ഞ എന്നാന്നാ ചെയ്യുന്നേ? മക്കളെ സോറി കേട്ടോ, കാരണം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാ ചേട്ടത്തിന്റെ അമ്മ പഠിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് അറിയാത്തതിന് വഴക്ക് പറഞ്ഞിട്ട് എന്നാ കാര്യം? നമ്മുടെ ആലിസിതാ അവിടെ ഉണ്ട്. അവനെങ്ങാനി ഓന്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടല്ലോ പിടിക്കും. അലീസഡു അലീഷഡു. അതെ, ആലീസിന്റെ മരങ്കേറ്റാണ് ഗൈസ് നമ്മൾ കാണുന്നത്. ഇടയ്ക്ക് നമ്മൾ ലവ് ബേർഡ്സിനെ നോക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മള് പുൽക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ലവ് ബേർഡ്സിന്റെ കൂടെ എടുത്ത് മാറ്റി ഓന്ത് നോക്കിയിരിക്കുന്ന ഇപ്പൊ എന്റെ മേത്ത് ചാടും. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എന്താ, നമ്മളെ ഈ കാർഡ്ബോർഡ് വെട്ടിയും കൊണ്ടാണ് ചേട്ടത്തി ഇന്ന് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ലാന്നോ? ഇതുകൊണ്ട് അങ്ങനെ പുൽക്കൂട് നമുക്കൊന്ന് ട്രൈ ചെയ്യാനേ. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു രസം വരുന്നത് അല്ലേ? അതങ്ങനെയാണ്. നമ്മൾ അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മള് കാര്യങ്ങള് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ഈ ഒരു വെട്ടിയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ വെട്ടികളുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നിരയായി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവസ്ഥയോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പെട്ടിയും കൊണ്ട് നമുക്ക് ഒരു അടിപൊളി പുൽക്കൂട് അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പൊ മക്കളെ, നിങ്ങൾ വേണമെങ്കിൽ നോക്കി പഠിച്ചോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരം വന്നേക്കാം. പക്ഷെ ഇപ്പൊ എല്ലാരും പുൽക്കൂടൊന്നും ഉണ്ടാക്കാൻ നിക്കുകയല്ല. എല്ലാരും കടയിലേക്ക് പോയി എളുപ്പപ്പണി ചെയ്യും, സാധനങ്ങൾ വേഗം കടയിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിക്കും. പിന്നെ നമ്മള് പിന്നെ പുറത്തൊന്നും പോയപ്പോ പുൽക്കൂട് കണ്ടു, പക്ഷെ കടയിൽ കയറാനോ വാങ്ങാനോ ചോദിക്കാനോ വില ചോദിക്കാനോ ഒന്നും ഒരു സാവകാശം നമുക്ക് കിട്ടിയിരുന്നേ. പൊന്നു മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത് കത്രികയുണ്ട്. അപ്പൊ നമുക്കിപ്പൊ കത്രിക മാത്രം മതിയേ. അപ്പൊ നമുക്ക് എന്നാ ചെയ്യാം, കാർഡ്ബോർഡ് ബോക്സ് ആണല്ലോ കയ്യിലിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്നാ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ മുറിക്കണേ ചോദിച്ചിട്ടുണ്ടെങ്കില് ലെങ്ത്തും വിഡ്ത്തും ഏതാ? അപ്പൊ ഇതൊരു എന്താണ്, റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ അടിഭാഗമാണ് നമുക്ക് മുറിക്കേണ്ടത്, സൈഡ് ഭാഗം മുറിക്കണ്ട.
സോറി മാക്സിലേക്ക് പോയി. മാത്സ് നമുക്ക് ഇതിനകത്ത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു അടുത്തേക്ക് ഇതും കൊണ്ട് പോകേണ്ട വരുമോ? വേണ്ട, ദൈവമേ എനിക്ക് ആ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകാനോ ടീച്ചർമാർക്ക് പോലും ബുക്ക് നോക്കി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് നമ്മളുമായിട്ട് നമ്മുടെ സംശയം ചോദിക്കും. അതിനും പേര് നമുക്ക് AI-നോട് ചോദിക്കാം, ഗൂഗിളിനോട് ചോദിക്കാം. പക്ഷേ പിന്നെ ആരാ അതിന്റെ ഇടയ്ക്ക് ക്ലിയർ അല്ലാത്ത ഫുൾ ആൻസേഴ്സും AI പറഞ്ഞുതരും. നമ്മളാ മെത്തേഡാണ് പ്രശ്നം. അതെ, മാത്സ് ക്ലാസ് നടക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കുറച്ച് ഈ ഭാഗമാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചിറക് മുഴുവൻ മുറിച്ചു കളയാണോ? ചിറക് ഇപ്പൊ മുറിക്കണ്ട, ചിറക് ഗ്ലാസ് മുറിക്കാം. ഇതിന്റെ സൈഡാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. അയ്യോ, അത്രയും സൈഡ് മുറിക്കാം. പിന്നെ അതെങ്ങനെയാ അങ്ങനെ ശരിയാകും? എന്നെ ഇങ്ങനെ പേടിപ്പിക്കില്ലേ? ചെയ്യട്ടെ, നമുക്കിതൊന്ന് മുറിക്കാവേ. ഞാൻ മുറിക്കട്ടെ കേട്ടോ. മുറിക്കുന്നില്ലടാ, ഇത് കത്രിക ശരിയല്ലല്ലോ. മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കൈ മുറിയാനാണ് കത്രികക്ക് മുറിച്ചുള്ളത്. അതായിപ്പോ ഒരു പെട്ടി മാത്രം ഒരു തലയും കാണുന്നുള്ളൂ. പെട്ടിത്തല കാണുന്നുള്ളൂ. ബ്ലേഡ് വേണോ? അല്ലെങ്കിൽ എന്നാ കൈ ഈസി ആയി മുറിയും. ബ്ലേഡ് ഇവിടെ എടുത്ത് എനിക്ക് തെറി കേൾക്കും. ബ്ലേഡ് വെറുതെ കയ്യിലെടുത്താ മതി ഗൈസേ, കൈ മുറിയാൻ. നമുക്ക് കത്രിക പുതിയ രീതിയിൽ. കത്തി വേണോ? അവസ്ഥയാണല്ലോ മുറിഞ്ഞാ പോലെ എങ്ങനെയാന്നറിയണോ? നമുക്ക് ഫുൾ പോർഷൻ നമുക്ക് മുറിക്കണ്ട, ഒരു ഹാഫ് പോർഷൻ മുറിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഹാഫ് പോർഷൻ ഞാൻ മുറിക്കട്ടെ. ശ്രദ്ധിക്കട്ടോ. അയ്യോ, ഇതെന്ത് സൗണ്ടാ? സിൽക്കി ഓടിപ്പോയി. എന്തോ നമുക്ക് വേറൊരു പെട്ടി കിട്ടിയിട്ടുണ്ട്. അതെ, ഈ പെട്ടിക്ക് അടി കയറി ആദ്യ ശ്രമം പരാജയപ്പെട്ടു. ഒന്നിൽ പഠിച്ച 3, അതേവേ ഒന്നിൽ പഠിച്ച 2 മതി. കാരണം എന്താ പറയുക, നിങ്ങൾ കണ്ടില്ലേ ഈ പെട്ടിന്റെ അടി ഉടായ്പായിട്ട് നമുക്ക് കൂട്ടി വെച്ചേക്കാണ് പെട്ടി വെറുതെ. പല ടൈപ്പ് പെട്ടികൾ നമുക്ക് കിട്ടും. അപ്പൊ പെട്ടി കിട്ടുമ്പോ നോക്കി ഇപ്പൊ ഒരു പെട്ടി കളഞ്ഞെന്ന് പറഞ്ഞ ഇനിയിപ്പം കണക്ക് പറയാൻ വരുമോ? സാരല്ല, കാർബോർഡല്ലേ, പല ആവശ്യങ്ങൾ വരും. അപ്പൊ ഇത് സൈഡിൽ നമുക്ക് ഒതുക്കി വെക്കാം. അത് നമ്മകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനാണോ കാറുകളില്ലാത്തത്? പേടിച്ചു മനുഷ്യൻ എന്നാ ഇല്ല, എന്റെ സമയം ഇപ്പൊ നോക്ക് 10-12 ആയി. എന്നിട്ട് ഇവിടെ ചിലരൊക്കെ സ്വെറ്റർ ഇട്ട് സോക്സ് ഇട്ടായിരിക്കുന്നത്. ഒരു കാര്യം, ഇവിടേക്ക് മോസ്റ്റ് തണുപ്പാണ്, അതാണ് വേറെ കാര്യം. അപ്പൊ ഗായ്സേ നോക്ക്, ഞാൻ പറഞ്ഞ പോലത്തെ ബോക്സ് ആണ് ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മള് പറഞ്ഞ അതേ രീതിയില് ഇതങ്ങോട്ട് മുറിക്കാട്ടോ. നമ്മള് പറഞ്ഞ രീതി അറിയാലോ? അറിഞ്ഞായിട്ടില്ലല്ലോ. പാവം ക്യാമറമാൻ ഇരിക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ? അയ്യോ, ഇരിക്കല്ലേ, നിക്കൊന്നല്ലോ. അതല്ലേ, ഞാനല്ലേ കസേര എടുത്തിരുന്നത്. ക്യാമറമാൻ നിക്കുവന്നുള്ള ബോധം ചേട്ടത്തിക്കില്ല. എന്നെ ഇങ്ങനെ നിർത്തും. ബാലവേല ചെയ്യിപ്പിക്കണേ. എന്താ പറയുന്നത്, ബാലവേലയോ? 18 വയസ്സ് കഴിഞ്ഞില്ലേ, അപ്പൊ ബാലവേല എന്ന് പറയാൻ പാടില്ല. ഇല്ലില്ല, 18 വയസ്സ് കഴിഞ്ഞാലാണ് ബാലവേല. അതറിയില്ല. അപ്പൊ അതിന് മുമ്പ് ബാലനാണ് വേല ചെയ്യുന്നത്. അത് സ്ത്രീവേല. ഞാനോ? ഞാൻ സ്ത്രീയാ. സ്ത്രീയേ, നീ പുരുഷനാണോ? സ്ത്രീയെ ഹയ്യറാ, എന്റെ ജെൻഡർ നോക്കുന്നു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചാണ്. ചേർത്ത് മുറിച്ചോ? അത്രയൊക്കെ ചെരിഞ്ഞു പോകുന്നുണ്ടേ. ഞാൻ മുറിക്കുന്നത് നിങ്ങക്ക് കാണണോ? വേണ്ട, എന്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കി. അമ്മയൊക്കെ കൊണ്ട് മുറിക്കുന്നതാണ്. ഞാനെന്താ ചെയ്യുന്നറിയോ, ഞാനിങ്ങനെ പല്ല് കടിച്ചുടിക്കും. എനിക്കുള്ള സ്വഭാവം, എനിക്ക് സ്നേഹം കൂടിയാലും ദേഷ്യം വന്നാലൊക്കെ ഞാൻ പല്ല് കടിക്കും. അപ്പം നാടിഞ്ഞരമ്പ് വലിഞ്ഞ ജാമ്പവാന്റെ കാലത്ത് ഒരു സെലോ ടേപ്പ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ കടയിൽ പോകുമ്പോൾ വാങ്ങാൻ മറന്നു എന്നൊരു സ്വഭാവം ഉണ്ട്. എഴുതി വെച്ചാലും മനുഷ്യൻ അതെടുക്കാം. അപ്പൊ കോട്ടയം എടുത്തു. നമ്മളപ്പോൾ ഇത് രണ്ടും കൂടി, ഈ 2 എഡ്ജും കൂടി കൂട്ടി വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ നമുക്ക് ഒട്ടിക്കട്ടോ. ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്കൊന്ന് മുഴുവൻ ലെവലാക്കി കേട്ടോ. സെറ്റ്. എന്റെ ഗായ്സ്, വലിയൊരു പരിശ്രമം കഴിഞ്ഞിട്ടാണ് ഞാനും ബാവാറ്റിപ്പോ ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇവിടെ ഭാഗ്യത്തിനുണ്ടായിരുന്നു. ഇവിടെ എന്ത് സാധനം വാങ്ങിയാലും ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. അടുത്ത സ്ഥലത്ത് ഉണ്ടാവൂല അത്. അപ്പൊ അങ്ങനെ ഞാനും ബാവാറ്റിയോട് പരിശ്രമിച്ച് ലാസ്റ്റ് സൂപ്പർ ഗ്ലൂ കൊണ്ട് ഈ സൂത്രം ഇവിടെ ഒട്ടിച്ചു വെച്ചു. അപ്പൊ നമ്മുടെ വീട് ഇതാ ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മള് വിചാരിച്ചതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? അപ്പം എന്റെ ഗ്ലാസ് കയ്യിൽ നൈസായിട്ട് അതാവാതെ ഇരിക്കില്ല. കൂളിംഗ് ഗ്ലാസ് എവിടെ പോയി? എടുത്തോ, പ്രത്യക്ഷമായോ? അത് പോട്ടെ. പൊട്ടനാ
അതെ കണ്ടില്ലേ ഗൈസ്, പൊട്ട ക്യാമറമാൻ പോലും അറിയില്ല മണ്ട. അപ്പൊ നോക്കൂ ഗൈസ്, നമ്മുടെ വീട് എങ്ങനെയുണ്ട് മക്കളെ കാണാൻ? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ആയിട്ടില്ലേ? നമുക്ക് അടിപൊളിയായി ചേർത്തി. ഒരു കഷ്ടപ്പാടും ഇല്ല അല്ലെ, നമുക്ക് സിമ്പിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടേക്ക് വെക്കുമ്പോ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പൊ ഇതേപോലെ കൊണ്ടുവച്ചാ ബോറ. ഇനി നമുക്ക് ഒരു പണിയില്ല, ഒരു പണിയില്ല. പക്ഷെ ഇതേപോലെ കൊണ്ടുവയ്ക്കുമ്പോ ബോറായിരിക്കും. കാരണം ഇപ്പൊ നമ്മള് ലൈറ്റ്സ് ഒക്കെ ഇടും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതെ, കൊറേ ഡെക്കറേഷൻസ് ആണ് ഇനി ബാക്കിയുള്ളത്, കൊറേ നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഡെക്കറേഷൻസിലേക്ക് കടന്നാലോ? കിടക്കാം. അതിനുമ്പ് ഒരു കാര്യം, നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണോ അതോ എന്താ ചെയ്യണം? ഓക്കെ, എന്നാ കാണിക്കാൻ പോകുന്ന ഓർക്കുന്നുണ്ടാവൂലേ? എന്തായിരിക്കും ഇതിന് വേണ്ടിയുള്ള പരിപാടി തന്നെ. നമ്മളെ ഉണ്ണീശോയിനെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ അതിന്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പം മുകളില് നല്ല ഡെക്കറേഷൻസ് കൊടുക്കണ്ട നമുക്ക്. എങ്ങനെ മുകളില് അല്ലേ? അതെ, കൂടുതൽ മുകളില് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് നക്ഷത്രവും എന്താ മേഘങ്ങളും ആകാശവും ഒക്കെ സൂത്രങ്ങളൊക്കെ നമ്മൾ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്ലേസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഹോൾസ് ഇട്ട ബോറായിരിക്കും. നമ്മുടെ വാവാറ്റയുടെ കയ്യിൽ കുതിച്ച ഒരു ഐഡിയ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇങ്ങോട്ടേക്ക് നീണ്ടുന്ന വാലാട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ആ വാല് എടുത്തിട്ടുണ്ട് ഞാന്. അപ്പൊ ഈ വാല് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ ഒരു അളവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്ത് ചെയ്യും, കാണിച്ചു തരാട്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാവേ. പ്ലാനിങ് ആട്ടോ, പ്ലാനിങ് അല്ല, നമ്മുടെ കത്രിക ഭയങ്കര വലുതായതുകൊണ്ടേ വേഗം മുറിക്കാൻ പറ്റുന്നുണ്ട്. അതെ, എന്റെ കാഴ്ച ഇവിടെ കത്രികയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഏതൊക്കെയോ വഴിക്ക് കൂടിയാ. അതെ, അതാണ് എന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കിത് കറക്റ്റാണ് പഠിക്കാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ല വാവാറ്റി, എല്ലാരും കടയിൽ പോയി വാങ്ങാർക്ക് കഷ്ടപ്പെടാൻ മേലെന്നേ. അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാരും കടയിൽ പോയി അത് എന്താ പറയാ, അതിനൊരു പേരുണ്ടല്ലോ, എന്തോ പറയാ, അല്ലല്ല വേറെ എന്തോ ഒരു പേരുണ്ട്, മറന്നുപോയി. എന്താ ഉദ്ദേശിച്ചെന്താ, മനസ്സിൽ ഉദ്ദേശിച്ചെന്താന്ന് ചോദിച്ചാല് അല്ല, അതെ, ഫുൾ അതിന്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ, പിന്നെ അത് വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചാൽ പോരെ. നല്ല രസത്തിലുള്ള ഉൾക്കൂടി കടയിൽ പോയിട്ട് നമുക്ക് വാങ്ങിച്ചാൽ അടിപൊളിയായിട്ട് കിട്ടും. പക്ഷെ ഉണ്ടാക്കുന്നതിന്റെ വൈബ് വേറെയാ. ശരിയാ, കാരണം കഷ്ടപ്പെട്ട് നമ്മള് കൈയും കാലും മുറിച്ച് നല്ല രസത്തിലല്ലേ ഉണ്ടാക്കുന്നത്. അതെ അതെ, നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയാം. എല്ലാരും കൂടെ ക്രിയേറ്റിവിറ്റി ആണ് ഗൈസ്, അത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. എന്താ അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാനാണോ പ്ലാൻ? ഈശാനെ നമ്മൾ ഉണ്ണീശോ ആക്കേണ്ട വരുവോ? മറ്റേ എന്താണ് ഗൈസ് നമ്മൾ ഈ കാണുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്ര നേരം ഓണിയായിരുന്നു കയറി. ഇപ്പൊ മീച്ചുട്ടിയാണ് ഇതിന്റെ ഉള്ളിൽ കയറിയത്, മുഖം കഴുകുവാണ്. മീച്ചാനാണോ ഇത്? അമ്മ നോക്ക്, ആരാ ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കണേന്ന്? മീച്ചുട്ടി ഇങ്ങോട്ട് സൂമി കാണിക്കട്ടെ എല്ലാരും. അതെ അനുസരിച്ചുട്ടോ. അപ്പം നമ്മുടെ മീഷൂട്ടിന്റെ പ്രകടനം കഴിഞ്ഞപ്പോ അടുത്ത് നമ്മുടെ അപ്പൂട്ടനാണ് നമ്മുടെ പുൽക്കൂട്ടി കയറുന്നത്. അപ്പൊ ഓരോരുത്തരായിട്ട് 1 by 1 ആയിട്ട് ടെസ്റ്റ് ചെയ്യാണ് എങ്ങനെയാണ് കിടക്കാൻ, സൂപ്പറാണോ പറഞ്ഞാൽ അപ്പൂട്ടൻ ഇറങ്ങി വെയിൽ കായുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുൽക്കോട് നമ്മള് ഇത്രയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു പേപ്പർ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പം ക്യാമറമാൻ എഴുന്നേറ്റോ, ക്യാമറമാന് ഭയങ്കര മടിയാണ്, അവിടെ ഉച്ചയ്ക്ക് വരെ സോക്സ് ഇട്ട് നടക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മള് ഇത്രയും നേരമായിട്ടും തണുപ്പാണ് ഗൈസ്. പക്ഷെ എനിക്ക് തണുപ്പൊന്നുമില്ല, കാരണം ഞാൻ ഐസ്മാൻ ആണ്. ഗൈസ് അപ്പം നമ്മളിത് ആ പീസിന്റെ ഉള്ളിൽ നിറച്ച് ഞാൻ ഹോൾസ് ഇട്ടിട്ട് ആ പീസ് അവിടെ ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലാണ് ഒട്ടിച്ചത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഊഞ്ഞാലാടുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി പെർഫെക്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മള് ഡെക്കറേഷൻ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ആകാശം, നക്ഷത്രം, ഈ വക സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇത്രയും ഹോൾസ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പൊ നമുക്ക് മേൽക്കൂര റെഡിയാക്കണം. അല്ലെ, നമുക്ക് ഇനി ഇതിനകത്ത് എക്സ്ട്രാ പെയിന്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഇതിന്റെ നമ്മളെ ഓല, കവുങ്ങിന്റെ, പാളയന്റെ, തഴങ്ങ്,
തഴങ്ങറിയില്ലേ? തഴങ്ങറില്ലേ? പാളേന്റെ വള്ളി അറിയില്ലേ? പാളേന്റെ വാല്. ഇനിയിപ്പോ അത് മതി. പാളവാല്. ലൈക്ക് മടൽ, ഓലമടൽ, ലൈക്ക് തഴങ്ങ് മടൽ. അപ്പൊ അതിന്റെ വാല് നമ്മൾ ഉണങ്ങിയത് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടല്ലേ ഉണങ്ങിയത്. പൊടിഞ്ഞു പോകുമോ? പൊടിഞ്ഞു പോകില്ല. അപ്പൊ നമ്മളത് പുല്ലിന് പകരം നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് മുറിച്ചെടുത്ത് വന്നിട്ട് നമുക്കിനി ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ മുകളിൽ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഐഡിയകളൊക്കെ എന്റെ തലയിൽ ഉദിക്കുന്നില്ലായിരുന്നു, നമ്മുടെ ജുവാന മമ്മേന്റെ തലയിലാണ് ഈ ഐഡിയകളൊക്കെ ഉദിക്കുന്നത്. ബോക്സാണ് ഞാൻ. എന്നിട്ട് വൻ പ്ലാന്, ഇതിനിപ്പോ തലയിൽ എന്ത് വെക്കും, ആകെ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പൊ മമ്മ പറഞ്ഞു, എടാ മണ്ട നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് മമ്മയാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബുദ്ധിമതിനോട് ചോദിക്കാൻ മറന്നുപോയിരുന്നു. ഇത് രണ്ടും കൂടി നമ്മളിങ്ങനെ ക്രോസ് വെക്കുക. ക്രോസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു വള്ളി വെച്ച് നമുക്ക് കെട്ടിയിട്ട് അതെന്ത് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടെ ലൂസ് ആക്കി കുറച്ചുകൂടെ ലൂസ് ആക്കാട്ടോ. ഈ അറ്റത്ത് വെച്ചോ? ഇത് ഇങ്ങനെയാ? കുറച്ചും കൂടി. അല്ല ഇത് ഇതിങ്ങനെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കെട്ടും. അവിടെ നമ്മൾ കെട്ടും. അങ്ങനെ നമ്മൾ ക്രോസ് 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 ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെയും കൂടെ ചെയ്യും. അങ്ങനെ മുഴുവനും നമ്മള് ഇതിന് നമ്മള് പുഴുങ്ങിയെടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. യെസ്, പുഴുകാൻ പോവാം. വാ. എന്താ പരിപാടി? അതാ 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 ചേമ്പ് പോകുന്നു. അമ്മ ഓടിക്കും. അതാ 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 ചെടി പോയി. വീണാലും കുഴപ്പമില്ല, മമ്മ ഓടിക്കും നമ്മളെ. നമ്മളെടുത്തത് മോസ്റ്റ് ഉണക്കി ആയിപ്പോട്ടെ ഗൈസേ. അതാ ഞാൻ ചോദിച്ചത്, പൊടിഞ്ഞു പോന്ന്. ഭയങ്കര ഉണങ്ങിപ്പോയില്ലേ? യെസ്. ഇതാണെങ്കിൽ വലിയ ഉണക്കിയല്ലായിരുന്നു അല്ലേ? യെസ്. ഇത് വെക്കാറില്ല, അത് ഫില്ല് ചെയ്യാം നമുക്ക്. ഓക്കെ, അതും അതും ഫില്ല് ചെയ്യാം, അതും ഫില്ല് ചെയ്യാം. ഒന്നും കളയണ്ടല്ലോ അല്ലേ ഗൈസേ? അപ്പൊ അതെങ്ങനെ കെട്ടുന്നേ നമുക്ക് കാണിച്ചു തരണ്ടേ ഞാന്? അപ്പം ഇതല്ലേ ഇത്രയും വേണം വാങ്ങുക അതുപോലെ ഗൈസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കെട്ടുന്നതെന്ന്. അപ്പൊ നമ്മൾ കെട്ടിയത് ഇത്രയും സെറ്റുകൾ നമ്മൾ കെട്ടി വെച്ചതായിരുന്നല്ലോ. 1 2 ഇല്ലേ? അപ്പൊ ഇതേപോലെ നമുക്ക് ഇവിടെ തന്നെ നിരത്തി വെച്ചതാ. അതേ കാണിച്ചു കൊടുത്തോ. നല്ല രസമുണ്ടല്ലേ ഇത്? അപ്പം അധികം ലൂസും അല്ല അധികം ടൈറ്റ് വരാത്ത രീതിയിൽ കെട്ടണം. കറക്റ്റ് ഒരു കോർണർ, ഒരു എഡ്ജ്, ഒരു സംഭവം എന്തോ വേണമല്ലോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ തഴങ്ങം കൊണ്ടുള്ള പരിപാടികൾ ഇത് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ ബാബാജി? യെസ്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം, പുൽക്കൂട്ടിലേക്ക് നമുക്ക് അതിന്റെ മേൽക്കൂര പണിയാൻ വേണ്ടിട്ട് എടുത്തു വെക്കണം. അല്ലേ ബാബാച്ചാ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാതെ എടുത്തു വെക്കാം. അതിന് മുമ്പ് കണ്ടില്ലേ നല്ല വെയിലുണ്ട്. അപ്പം ഈ കുറച്ച് കയറിന്റെ പീസുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് മുറിച്ച് കളയാം, കാരണം അത് ബോറാവും അല്ലേ? എന്ത് ചെയ്താലും ഒരു വൃത്തി വേണല്ലോ എന്നെ പോലെ അല്ലേ? അതുകൊണ്ട് ശരിക്കും അപ്പൊ നമുക്ക് വാവാറ്റിക്ക് വൃത്തിയില്ല, അതാണ് അങ്ങനെ സാധനം അടുത്തോളം പോയിട്ടില്ല. കുഞ്ഞാറ്റിയല്ലേ എന്നെ കാണിച്ചു തരുന്നത്. നിന്നെ കണ്ടാ പഠിക്കുന്നേ, പിന്നെ ഉണ്ടാവില്ലല്ലോ. പക്ഷേ വൃത്തിയായിക്കൊണ്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ കാരണം ഉണ്ടായി. അല്ലല്ല അങ്ങനെയല്ല, അതില് തെറ്റുണ്ട്, ഞാൻ തിരുത്താം. ആദ്യമേ ഇല്ല, ഇപ്പൊ ഒട്ടുമില്ല. കുഞ്ഞാറ്റി കാരണം നിങ്ങളത് കേൾക്കാൻ പാടില്ല. മാറിപ്പോയി, കാലൊടിഞ്ഞു പോയി ഗൈസ്. വരൂ, നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടല്ലേ, ഈ ഒരു ഇതിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിനേക്കാളും കൂടുതൽ ഇതുണ്ടെന്ന്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ലുക്ക് എടുത്തങ്ങ് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് ലുക്ക് നമുക്ക് വെച്ച് നോക്കാം. അടുക്കി വെക്കാം. എഴുന്നേറ്റ് വാ, എനിക്ക് മടി കേട്ടോ. രസമുണ്ടോ നോക്കി കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നും അതെ ഉറക്കം വരവാ. അറിയില്ല, ഈ ക്ലൈമറ്റിന്റെ അറിയില്ല, എപ്പോഴും ഉറക്കം. നല്ല പെടേന്റെ തലക്കൂടി പച്ചവെള്ളം ഒഴിച്ച് അതിന്റെ ഞാൻ എന്നാലും ഉറങ്ങും. അതൊരു കാര്യം ചെയ്യും, രാത്രി ഉറങ്ങണ്ട, ഉച്ചക്ക് ഇറങ്ങിക്കും. എടാ ശരിക്കും പറയല്ലടാ, തമാശ എനിക്ക് ഇഷ്ടല്ലേ പറയണേ. അപ്പൊ നോക്കിയേ, എനിക്ക് തോന്നുന്നു ഇപ്പൊ വെച്ചതാണ് കൂടുതൽ രസം. ഭംഗി
കൂടുതൽ ഭംഗിയുള്ള നോക്കട്ടെ എസ്തെറ്റിക് വൈബ് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. വീടാണ്. ഞാൻ കുഞ്ഞു മനുഷ്യനെ അതിന്റെ ഉള്ളിൽ കിടക്കട്ടെ, എനിക്ക് കൊതിയാവുന്നുണ്ട്. ഉണ്ണീശോയ്ക്ക് പകരം എനിക്ക് രസം തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എന്റെ സ്വന്തം കുഞ്ഞിനെ കാണുന്നത്. ഇവരെന്റെ സ്വന്തം ബേബിയാണ്. എന്റെ പേരാണ് കൂന്താത്നി. എന്താണ് കൂന്താത്നി? ഇവിടേക്ക് ഓരോരുത്തർക്കും ഓരോരോ പാട്ടുകളുണ്ട് കേട്ടോ. ഇതെന്റെ സ്വന്തം എൻ്റെ കുന്തരനാണ്, എൻ്റെ മുന്തിരനാണ്, എൻ്റെ ചന്ദ്രനാണ്. അവന് ശരിക്കും പേരെന്നറിയോ? അവന് കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ സുന്ദരൻ, എന്താണ് സുന്ദരൻ. എൻ്റെ കൂടെ എന്നും എൻ്റെ ടെഡി ബിയറായിട്ട് ഉറങ്ങാൻ വരുന്നവന് ഇവനാണ്. പറയുമ്പോഴേക്കും കൂന്താട്നേനെങ്ങാനും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിസരത്തെങ്ങാനും ഉണ്ടെങ്കിലും ഇവനെ ഓടി സ്ഥലം വിട്ടോ. ഇപ്പം ഇവിടെ വന്നിരുന്ന് ഞാൻ ചാടി പിടിച്ചു. എൻ്റെ കണ്ണ് കണ്ട ഗൈസേ, അതിൻ്റെ പേടമാൻ കണ്ണാണ് നമ്മുടെ കുന്തണ്ണേൻ്റെ കണ്ണ്. അല്ലേ കുന്തണ്ണേ? കണ്ടോ കുന്തണ്ണേ? മാമാ ഗൈസ്, അപ്പം നമ്മളിതേ നമ്മുടെ പുൽക്കൂട് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വശം മാത്രം കേട്ടോ, അടുത്ത വശം അവിടെ അങ്ങനെ കിടക്കുവാണ്. വര് കാണിച്ച് കൊടുക്ക്. നോക്കിയേ ഗൈസ്, നമ്മുടെ സിൽക്കി അതാ നമ്മുടെ സിൽക്കി വെയിൽ കാണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ പൊന്നു കുട്ടി സിൽക്കാണിത്. ഇരുട്ടത്തും വെളിച്ചത്തും അവളുടെ കണ്ണ് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ റോസ് വായും ഈ വെള്ള പല്ല് മാത്രം. നോക്ക്. ആഹാ, നമ്മുടെ ആലീസ് അവിടെ പൂമ്പാറ്റേനോട് കളിക്കുകയാണ്. ഓനിയോ ഇത് അവിടെ ഉണ്ട്. അപ്പൂട്ടൻ കണ്ടോ ഉറങ്ങി? അപ്പൂട്ടൻ ഇരുന്ന് ഉറങ്ങി കേട്ടോ. അപ്പൂട്ടി ഇരുന്ന് ഉറങ്ങിയേ. അത് നോക്കിയേ, എവിടെ ഇരുന്നിട്ടാ? പുൽക്കൂട്ടിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ അവിടെ പുൽക്കൂട് ഞാൻ മേഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഒന്നുമില്ല ഗൈസ്, കയറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മേഞ്ഞിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഈ ഒരു വശമാണ് ഞാൻ മേഞ്ഞിട്ടുള്ളൂ. ഈ മേഞ്ഞ സംഭവം നമുക്ക് ഇവിടെ കൂട്ടിച്ചേർത്ത് കെട്ടണം. ഇവിടെയും കെട്ടണം, ഇവിടെയും കെട്ടണം. 2 ഹോൾസ് അങ്ങനെ ഇട്ടിട്ടെ. പിന്നെ അത് ഇപ്പുറത്തെ വശത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പുറത്തെ വശം കൂടെ നമുക്ക് മേയാനുണ്ട്. അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേൽക്കൂര സെറ്റ് ആകും. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, ഇവിടെ മേൽക്കൂരിൻ്റെ പണിയും കൂടി നോക്കട്ടെ. അല്ലേ അപ്പൂട്ട? അപ്പു ഇരിക്കാൻ റെഡിയാ. ഇത് കളിച്ചനാ പോ. അലീസേ സിൽക്കിയാ വിളി കേട്ടത്. ഒന്നിയോ മീച്ചുട്ടി. നമ്മുടെ അപ്പൂസ് അങ്ങോട്ട് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുട്ടി നീ ഇറക്കി വിട്ടതാണോ അപ്പൂസിനെ? ഇപ്പം എല്ലാവരും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് മോസ്റ്റ് റെസ്റ്റാണ്. നമ്മുടെ കബീച്ച് ഇതേ ഇരിക്കുന്നു. കുഞ്ഞു കബീച്ച് ലേറ്റ്. വെയിൽ കായാണ് കേട്ടോ. ഇവരെപ്പോഴും തന്നെ ഇപ്പം വെയിൽ കായലാണ് ഗൈസ്. Merry Christmas, my dears മക്കൾ. ഗൈസ്, അപ്പം ഞാൻ സാന്റ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടാ? അപ്പൊ മക്കളെ, നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് നമ്മളിത് ഇവിടെ ഇത്രയും സെറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 1-man ഷോയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? കുറച്ച് മുമ്പ് ചേട്ടത്തിയായി, ചേട്ടത്തിയായി, ഇപ്പൊ നമ്മള് സാന്റാ ക്ലോസ് ആയി. അപ്പൊ നോക്കിയേ, നമ്മുടെ അടിപൊളി ഇനിയിപ്പം സാന്റയായിട്ട് സംസാരിക്കാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുൽക്കൂട് നമ്മളിത് മക്കളെ ഇതാ മേൽക്കൂരയൊക്കെ സെറ്റ് ആക്കി നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്ന എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ള രൂപങ്ങൾ വെക്കണം, നക്ഷത്രം തൂക്കണം, ഇത് ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യണം, കുറച്ച് പരിപാടികളുണ്ട് അല്ലേ? അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. വാ ഗായ്സ്, അപ്പം
നമുക്ക് നമ്മുടെ ജ്യോതിഷ് ചേട്ടായി കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടായിക്ക് ഒരുപാട് താങ്ക് യു പറയണം. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ മമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ സൂത്രങ്ങളെല്ലാം ഇവിടെ എടുത്തങ്ങോട്ട് നേരത്താം. ക്യാമറമാൻ വന്നോളൂ കേട്ടോ. അപ്പം ഒരുപാട് സൂത്രങ്ങളുണ്ട്. നമ്മുടെ കുട്ടിമണിക്കും ലൈക്കും വരെയുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോസ്റ്റ് ആയിട്ടുള്ളത് 3 ഹെയർ ബോസ് ഉണ്ട് കേട്ടോ. 3 ഹെയർ ബോസ് ഉണ്ട്. അത് ഞങ്ങൾ 3 പേരും അത് ക്രിസ്മസിന് എന്തായാലും വെക്കുന്നതാണ്. ഞാൻ ഈ സാധനം എടുക്കുക, സാധനം ഇഷ്ടമായി. ബെൽസ് വന്നപ്പോൾ അങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഇനി ഇത് വാവട്ടിക്ക്. അപ്പം ഡെക്കറേഷന് ചെയ്യാനുള്ള സൂത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മക്കളെ സൗണ്ട് മാറിപ്പോയത് മറന്നുപോയോ? ഇത് രണ്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് ബെൽസ് ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ക്രിസ്മസ് ട്രീയില് ക്രിസ്മസ് നമ്മുടെ പുൽക്കൂട്ടില് വേണ്ട സാധനങ്ങൾ മാത്രം നമുക്ക് ഇതിനകത്തേക്ക് എടുത്താൽ മതി. ബാക്കിയുള്ള സൂത്രങ്ങളൊക്കെ നമുക്ക് ട്രീയിൽ, നമ്മൾക്ക് ഇവിടെ ചുറ്റിനുള്ള ട്രീയിലൊക്കെ നമുക്ക് സെറ്റ് ആക്കണ്ടേ മക്കളെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ബെൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മനസ്സിലായോ വല്ലതും? കുറച്ചൊക്കെ പിടിയിട്ടില്ലേ? അപ്പൊ നമ്മുടെ പുൽക്കൂട് മോസ്റ്റ് സെറ്റപ്പ് ആണേ. കണ്ടില്ലേ, നമുക്ക് തുറക്കാം. നമ്മളെന്തും ചെയ്താലും ടെക്നോളജിയാണ്. അതേ കാണാം ഇങ്ങോട്ട്. അപ്പം ക്രിസ്മസ് ഡെക്കറേഷൻ വന്നിട്ട് സ്നോമാൻ ഉണ്ട്. പിന്നെ ഒരുപാട് അത് ഡെക്കറേഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ചെറീസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാൾസ് ഉണ്ട്. നമ്മുടെ ഫെയറി അല്ല, മാലാകമാരുണ്ട്. പിന്നെ നമ്മുടെ മോസ്റ്റ് ഏഞ്ചൽസ്. പിന്നെ ഇതാണ് നമ്മുടെ മോസ്റ്റ് സൂത്രം. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് മെറി ക്രിസ്മസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിതല്ലല്ലോ ഒന്ന് ടെൻഷൻ അടിച്ചായിരുന്നു കേട്ടോ. ഇതിന്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായേ. പിന്നെ നമ്മുടെ മോസ്റ്റ് സാന്റാജി എനിക്ക് ഇവിടെ സാന്റ കുഞ്ഞി സാന്റകളുണ്ട് കേട്ടോ. ഏകദേശം എത്ര പീസ് ഉണ്ട്? 2, 4, 6 പീസ് ഉണ്ട്. ദെൻ നമ്മുടെ റെയിൻഡിയേഴ്സ്. അപ്പൊ ഇത്രയും പീസ് സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. പിന്നെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ട്രെയിനിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ട്രെയിനിന്റെ നമ്മൾ നെക്സ്റ്റ് വ്ലോഗ് ചെയ്യുന്നതാണിത്. നമ്മുടെ പുൽക്കൂടിന്റെ മാത്രം വ്ലോഗാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇത്രയും സൂത്രങ്ങൾ നമുക്ക് പുൽക്കൂട് സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഗായ്സ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതിയോ, അതോ അവിടുന്ന് തന്നെ ഡെക്കറേറ്റ് ചെയ്യണം? അവിടെ നോക്ക്. അപ്പൊ അവിടെ ബെസ്റ്റ്. പുൽക്കൂട് വെക്കേണ്ട സ്ഥലത്ത് 2 പേര് നല്ല ഉറക്കത്തിലാണ്. നമ്മുടെ ശേഖരനൊപ്പം കേട്ടോ. നമുക്ക് എറിയണം, എന്നിട്ട് വേണം നമുക്ക് അവിടെ സെറ്റ് ആക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുൽക്കൂട് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് വേണ്ട, ഇവിടുന്ന് നമുക്ക് ഹാങ് ചെയ്തിട്ട് വെക്കാം. അല്ലെ ഭയങ്കര റിസ്ക് ആയിരിക്കും അവിടെ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലെ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ ഉള്ള ഡെക്കറേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുറമേ ഉള്ള ഡെക്കറേഷൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉള്ളിൽ നമ്മുടെ ഉണ്ണീശോയിനെയും നമുക്ക് കച്ചിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. അവരെല്ലാരും ഇവിടെ സെറ്റാ എല്ലാരും എന്റെ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് പുറമേ ഉള്ള ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പം ഇത് നമ്മള് 2-3 വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്തെങ്കിലും പേര് പറയില്ലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന സൂത്രമാണ് കേട്ടോ. അപ്പൊ വെയിലത്ത് നല്ല തിളങ്ങുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് കണ്ടില്ല, ഓരോ കുറെ പീസുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ട്രീയില് വെക്കാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് എങ്ങനെ വെക്കണം, സോറി ഗൈസ്, ഗ്രീൻ കിട്ടിയാൽ നന്നായനല്ല കുഞ്ഞത്തി. എല്ലാം ഗ്രീൻ ആയി പോകും, അതൊരു വിഷയം. അപ്പൊ നമുക്ക് ഇത് ഞാൻ ഇങ്ങനെ വെക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അതവിടെ കറക്റ്റ് ആക്കിക്കോ. ഓക്കെ, ഇങ്ങനെ വെക്കാനാണ്. അപ്പൊ അത് കാണുന്നില്ല, നമുക്കിങ്ങനെ ഇടക്കിടക്ക് വെച്ചാ മതി. കുറച്ചിത് കുഞ്ഞത്തി എല്ലാം കൂടി വരുമ്പോ അത് കാണൂലായിരിക്കും. ക്യാമറമാൻ ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, വേറെ എന്തൊക്കെയാണ് കാണുന്നത്. ഓക്കെ, വാവ്, കണ്ടോ ഇപ്പൊ എന്താ വീടൊന്നും പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലേ. നമ്മള് പുറമെ സത്യം കട്ടില്ലല്ലോ. അത് നമുക്ക് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം എനിക്ക് ഈ ബുദ്ധി മൂത്തട്ടെ പറ്റുന്നില്ലെന്നേ. ബ്രെയിൻ ആണ് കുഞ്ഞാത്തി പറഞ്ഞു വരുന്നത്. പിന്നെ ബ്രെയിൻ അല്ലാതെ പിന്നെ എന്താണ് മണ്ട പോട്ടെ. വിട്ടുപോയിട്ടോ. അയ്യോ, അത് അവിടെ വെക്കല്ലേ. അതെങ്ങനെ ചെയ്യുന്നറിയോ? ഞാൻ ഇവിടെയാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ അതായത് വീടിനൊരു
ഒരാഭരണം. മനസ്സിലായില്ലേ പൊട്ടണ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതും ഒരു അടുത്ത ആഭരണം റെഡ്. അവിടെ നമ്മൾ ഇത് കൊടുത്തു, അടുത്ത് നമ്മള് ഇതാണ് കൊടുക്കുന്നത്. അത് കുറച്ച് അത് കാണും. അയ്യോ അത് കണ്ടോളും. മാവാറ്റ എന്താ മണ്ടനാണോ? ഞാൻ വിഡ്ഢിയല്ലേ. എന്റെ പേര് ഞാൻ എന്റെ പേര് മാറ്റി പറഞ്ഞ. അയ്യോ അപ്പൊ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാട്ടോ. ഇതുണ്ടോ, അത് ഞാൻ പറയുന്നത് നിങ്ങൾ കാണണം കേട്ടോ. ഡെക്കറേഷൻസ് നമ്മുടെ എന്താ പറയാ ചെയ്യാം. അപ്പൊ ഈ റെഡ് ഇവിടെ വന്നിട്ടുണ്ട്. റെഡ് നമുക്കിനി മുറിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മള് ഐഡിയ ആണല്ലോ. നമ്മള് മുറിച്ച് കളഞ്ഞ് അത് ഒരു ശരിയല്ല. അത് അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇല്ലാതാവും. ഇങ്ങനെയാവും, ഇങ്ങനെ ഇല്ലാതായിക്കോളും. അപ്പൊ നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് നമ്മള് ഉള്ളായ്മയാക്കണം. അപ്പൊ കണ്ടേ ഇങ്ങോട്ടേക്ക് ഇല്ല. അതാണ് നമ്മുടെ കഴിവ്. അപ്പൊ നമുക്ക് ഒരു സൈഡ് ചെയ്തു, ഒരു സൈഡിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉള്ളത് ഇങ്ങനെ ജസ്റ്റ് വലിക്കണം. അപ്പൊ വലിക്കാൻ നമുക്കിപ്പോ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിഷമിക്കണ്ട. എല്ലാം നമുക്ക് ഒന്നും കൂടെ അതുപോലെ ചെയ്യാം. രണ്ടാം പണി എന്ന് പറയും. റെഡിയാക്കിട്ട് വരാം. സാന്റന്റെ ബുദ്ധി നിങ്ങൾ കണ്ടില്ലേ? സാന്റന്റെ കൂടെയുള്ള ക്യാമറയുടെ ബുദ്ധി മോസ്റ്റാ. രണ്ടും ബുദ്ധി പൊട്ടക്കൂട്ടം. പോടാ, ഒരു വലിയ പൊട്ടനായടാ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കണക്കിന് നല്ല പ്യോളി ആക്കിയിട്ടുണ്ട്. അല്ലെ നോക്കിക്കേ, അല്ലെ നല്ല പ്യോളിയായി. അപ്പൊ നമ്മുടെ അടുത്തിനി ഇതുണ്ടല്ലേ, ഈ സൂത്രാണ് ഞാൻ എടുക്കുമ്പോൾ. കണ്ടോ, ശരിക്കും എല്ലാവരും കാണണേ. ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ ഇത് തിന്നാൻ എന്തുകൊണ്ട് ബെൽസ് ഉണ്ട്. നമ്മുടെ മെയിൻസ് ആളായത് എന്താണ്? മെറി ക്രിസ്മസ്. ഇച്ചിരി താത്തി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഇവിടെ ഇവര് 2 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ ഇവിടെ കാണാണ്ടല്ലേ? ഇവിടെ രസമുണ്ടല്ലോ. ഇവിടെ മതിയില്ലേ ഗൈസ്? ഇവിടെ അല്ലേ രസം ഗൈസ്? ഇവിടെ കുറച്ച് ഇവിടെ ഇങ്ങനെ കിടക്കണം, ഒരു സെന്റർ പൊസിഷനിൽ വരുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 2 നൂലെടുത്ത് കെട്ടി തൂക്കി ഇടേണ്ട വരും. അതായിരിക്കും ചെയ്യാനുള്ളത്. പിന്നെ ഇതേ ബെൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഹാങ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ എല്ലാം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് മുഴുവൻ നമുക്ക് ഹാങ് ചെയ്തിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി എവിടേക്കെങ്കിലൊക്കെ അങ്ങ് ഹാങ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിത് മോസ്റ്റൽ ഡെക്കറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെറീസ് കണ്ടില്ലേ, ഒരുപാട് ചെറീസ് ഉണ്ട്. ഈ ചെറീസ് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറി ക്രിസ്മസ് എന്നുള്ളത് നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കൂ, നമ്മളിതേ ഈ ഗിഫ്റ്റിന്റെ സൂത്രങ്ങളൊക്കെ ഇതുണ്ടല്ലേ, ഇതും ബെൽസൊക്കെ നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതേ ഇതല്ലേ ഈ സൂത്രങ്ങളൊക്കെ നമ്മളിവിടെ ഇല്ലേ പറ്റി നല്ല രസമുണ്ടല്ലേ കാണാന്. ഇപ്പൊ നമ്മുടെ അടുത്ത് കാണിച്ചു തരാം. ഈ ചെറിയ വന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കര യൂസ് ആയെന്ന് തോന്നുന്നുണ്ട് അല്ലെ? നല്ല രസം. ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ഓർത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറിയ ഇല്ലാത്തതിന്റെ വിഷമാണ്. ഇത് ആ സൈഡിലായിട്ട് കുറച്ച് കുഞ്ഞാറ്റി താന്നു പോയി തോന്നുന്നു. ഇച്ചിരി താന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇച്ചിരി പ്രത്യേകം കൂടി ആക്കാം. വാവ്, നോക്കൂ ഗായ്സ്, അടിപ്യോളി ആയിട്ടില്ലേ? അടിപ്യോളി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറി ഒരുപാട് യൂസ് ചെയ്യാം. വാവ്, സൂപ്പർ കൂൾ. എല്ലാം കൂളും ഹോട്ടാവും. അത് തന്നെ അത് നമ്മൾ ആദ്യം ചെയ്തെങ്ങനെ ശരിയാവും. ഇതിന്റെ അടിക്ക് നമുക്ക് തൂക്കണ്ടായിരുന്നോ കുറെ സാധനങ്ങള്? അത് നമുക്ക് ചെയ്യാം. സാറല്ലേ, മേരി ക്രിസ്മസിന്റെ അടുത്ത് മുകളിലേക്ക് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് അത് തന്നെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഗൈസ്, ഇനി അവിടെ നമുക്ക് ഹാങ് ചെയ്യുന്ന സാധനങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായി പരിപാടി? അതല്ലേ പരിപാടി. നമ്മള് ബെൽസ് ഈ സൈഡില്, ബെൽസ് അത്യാവശ്യം കുറച്ച് വലുതാണേ, ആ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ ഡെക്കറേഷൻസ് കൊടുത്തോണ്ട് നമ്മൾ ഇവിടേക്കൊക്കെ ഹാങ് ചെയ്തിടുന്നത് കാണുമോ എനിക്കറിയില്ല. ഫ്രണ്ടിൽ ഇത്രയും രസം കാണുകൊണ്ട് നമ്മുടെ പ്ലാൻസ് ഗൈസ് നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് നമ്മുടെ തീരുമാനം നമ്മള് എന്താ പറയാ, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഡെക്കറേഷൻസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. ഓ മനസ്സിലായല്ലോ. ബെല്ല കുഞ്ഞാറ്റി ഒരെണ്ണം കൂടെ തൂക്കാൻ പറ്റില്ലേ ഇവിടെ? അതിന്റെ അടിക്കടിക്കായിട്ടാ ഒരു മീഡിയം ഒരു ഇവിടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ, എങ്ങനെയാത് ഇത് കണ്ടോ, അത് സെയിം ഹൈറ്റിലല്ലേ ചെയ്യുന്നത്? സെയിം ഹൈറ്റിലാണ് ചെയ്യുന്നത്. നോക്കിയോ, സെയിം ഹൈറ്റ് ആണോ നോക്കണേ.
അല്ലല്ലോ ഇച്ചിരി താത്ത്. ഇല്ലല്ല റെഡിയാ. ഓക്കെ പൊട്ടനാ നോക്കണ്ട ഞാനല്ല കേട്ടോ. അത് ഞാൻ നേരത്തെ കണ്ടതാ. ആണോന്നോ റെഡിയാണോന്ന് ഇച്ചിരി കേറിപ്പോയില്ലേ? പാര പൊട്ട് അവിടെ പൊട്ടാണ് പൊട്ട്. ഞാനാണോ പൊട്ട് നീയാണോ പൊട്ട് ഞാനും പൊട്ടന്മാര്. ഇപ്പൊ താന്ന് പോയല്ലോ കുഞ്ഞാറ്റി, കുറച്ചും കൂടി താന്ന് പോയെന്ന് ഇല്ല അല്ലേ? കറക്റ്റാ. ഓക്കെ, അപ്പൊ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലൊന്നല്ല ഗൈസ് കാര്യങ്ങളുള്ള പോക്കുന്നത്. അത് തന്നെ. കാരണം നമ്മള് വിചാരിച്ചതിനേക്കാളും മോസ്റ്റ് ആണ് കാര്യങ്ങള്. അതാണ് പ്രശ്നം. അത് തന്നെ. എന്നാ ചെയ്യാനാണ്? കഴിവ് കാരണം കഴിവ് മോസ്റ്റാണ്. അതെ, മോസ്റ്റ് കഴിവാണേ. യെസ്. എന്നിട്ട് ഒരെണ്ണം കൂടെ കെട്ടാൻ പറ്റും ബെല്ല്. എന്തിനാ? ഇവിടെ ഒരെണ്ണതാ, ഇവിടെ ഇതിന്റെ തൊട്ട് താഴെ. നമുക്ക് കുറച്ചും കൂടി താഴെ കെട്ടാൻ നീ പറയുന്നുണ്ട്. അപ്പം മോസ്റ്റ് ആയിട്ടുള്ള ഒരു കയറൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? യെസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കെട്ടിടുന്ന ഈ ഇത് നോക്ക്, ഇങ്ങനെ എടുക്കുക. അപ്പൊ എടുത്തിട്ട് ഇങ്ങനെ കെട്ടുക. പിന്നെ അടുത്തൊരു റൗണ്ട് കൂടി നമ്മൾ എടുക്കുക. പിന്നെ ഇപ്പൊ കെട്ടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. കടുങ്കെട്ടിടാൻ അറിയാത്തവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റിംഗ് ദിസ് സീൻ. അതെ, ഇതാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പാലങ്ങ് നമുക്ക് മുറിച്ചേക്കാം. നമുക്ക് അത്യാവശ്യം കുറച്ച് നീളം വേണ്ടി വരും. എന്തായാലും നീളം വേണ്ടി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതെ, എത്ര വേണ്ടി വരും? ഇത്രയും മതിയോ? അത്രയും മതി. ഇത്രയും മതി. കെട്ടും കൂടെ വേണ്ട, അപ്പൊ ഇച്ചിരി കൂടെ കൂട്ടിക്കും. ഇത്ര എടുക്കാം. ഓക്കെ, ഈ ഒരു അളവിൽ നമുക്ക് എടുക്കാം. കട്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബെൽസ് എടുത്തു. കുറേ ബുൾസ് ഉണ്ടല്ലോ. അതെ 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 അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതെടുത്തു. ഓ മൈ ഇട്ടു. ഓ മൈ ഗോഡ്, സോ ഫാസ്റ്റ്. അപ്പൊ ഇവിടാണ് നമ്മൾ അടുത്ത ബെല്ല് കൊടുക്കാൻ നോക്കുന്നത്. നമുക്ക് നോക്കാം ബെല്ല് കൊടുക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണോ ബെല്ല്? എന്നിട്ട് ആ ഒരു ഐഡിയ ഇവിടെ തന്നെ വരെ പല പല ഐഡിയകൾ ഇങ്ങനെ പല പല സമയത്താണല്ലോ നമുക്ക് വരുന്നത്. അതെ അതെ. ഇവിടെ പറ്റില്ലായിരിക്കും അല്ലേ? ഞാൻ ഉദ്ദേശിച്ച എങ്ങനെ അറിയോ? ഇപ്പൊ ഇത് ഫ്രണ്ടിൽ വന്നു, ഇത് ഇച്ചിരി ഇവിടെ ബാക്കിൽ പുറകിലാണോ വേണ്ടേ? അത് ഇവിടെ മതി. ഇവിടെ പോരെ? കാണുന്നില്ല ഗൈസ്, ഇവിടെയല്ലേ നല്ലത്? ഉണ്ടല്ലേ? ഇവിടെ നല്ലത്. ഇവിടേക്ക് കൊടുക്കുമ്പോ പുറത്തേക്ക് പോകുന്നുണ്ട്. ശരിയാ, നമുക്ക് ഇവിടെ കെട്ടാം. ഇവിടെ പാറ തലയെ കെട്ടാൻ പറ്റുമോ അറിയില്ല. എല്ലാം കഴിയുമ്പം എല്ലാം നിലത്ത്. അത് ശരിയാ, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് നോക്കാം അല്ലേ? അതെ അതെ. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് സൈഡിലും കൂടെ നമുക്ക് കെട്ടാം. ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, മുഴുവൻ മണിമേളമാണ് ഗൈസ്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണും നിങ്ങളിത്. നല്ല രസമുണ്ട്. ബെൽസ് എല്ലാം കൂടി വരുമ്പം സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ബെൽസ് എല്ലാം ഇങ്ങനെ ഡെക്കറേഷൻ വരുമ്പോഴേ ഞങ്ങള് നേരത്തെ അവിടെ കിട്ടിയ ബോൾ അഴിച്ചു കേട്ടോ. ബോൾ അഴിച്ചിട്ട് അതിന്റെ സ്ഥാനം മാറ്റി. എന്താ അറിയോ, വാസ്തു ശരിയായില്ല. അതന്നെ, നമ്മള് വിചാരിക്കുന്ന പോലെയല്ല പ്ലാനൊക്കെ വരുന്നത്. ഞങ്ങൾ ഇതുണ്ടോ? ബോൾസ് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ മുഴുവൻ എല്ലാം എന്താ പറയാ, വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കുക ഗൈസ്. ഓവറോൾ വാവ്, നോ വേർഡ്സ്. യെസ്, കളറാകും സീൻ തന്നെ. അയ്യോ, ഇപ്പൊ എല്ലാം ഹൊഹോ ആയേനെ. സത്യം സത്യോ നല്ല റിസ്ക് പരിപാടിയാ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ പറയാനും നല്ല എളുപ്പാ. യെസ്, ഇങ്ങനെ ചെയ്യടാ, അങ്ങനെ ചെയ്യടാ, അതാ അങ്ങനെ വെക്കടാ, ഇങ്ങനെ വെക്കടാ. അതെ, ആവാറ്റ പറയുന്നത്. അയ്യോ, ഞാൻ പറിച്ചിലുണ്ടായിരുന്നുള്ളത് കൂടിയില്ല. അയ്യോ, അതായത് ചെരിഞ്ഞു പോച്ച്. ചെരിഞ്ഞു പോയില്ലേ? അത് ഇവിടെ ഇതുണ്ടല്ലേ, ഇതടക്കം ചെരിഞ്ഞു പോയി. അവർക്ക് പറയാൻ പറ്റില്ല. കിലുങ്ങുന്ന മണിയാണെങ്കിലും മിക്കവാറും കുറച്ച് മുകളിലാക്കും ഞെട്ടി. ഇവിടെ പ്ലേസ് ചെയ്താൽ മതി. മറിക്കോ? ദൈവമേ, അവന്മാരൊന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ? കുരുത്തക്കേടന്മാരായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതിങ്ങനെ ഇങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ ഇതാവുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് തോന്നും ഒന്ന് വന്നാലോ. ഒരു ഞരമ്പിളകും ഞങ്ങളെ പോലെ. പറയാൻ പറ്റില്ല, ഞങ്ങളുടെ സ്വഭാവം. അപ്പൂസ് എല്ലാം കേട്ട് ചോരനെ ചാരനെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പൊ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പുടുവേ മതിയല്ലേ? വളഞ്ഞും മുളഞ്ഞിരിക്കുന്ന കൊട്ട. അത് ശരിയല്ല ഞെട്ടി, നമ്മളെ പോലെ തന്നെ ശരിയല്ല. മണീനെ നമുക്ക് മിണിയാക്കാം. അതെ, ഈ ബെൽസിന് ഒരു പ്രശ്നമുണ്ട്, കിലുങ്ങൂല.
അപ്പൊ കിളിങ്ങുന്ന മണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തരിക വേഗം ഇങ്ങോട്ട് തരിക. തന്നെ ഒന്നും നോക്കണ്ട. അത് തന്നെ ആയിട്ടുണ്ട്. യെസ്, എന്താണ് ഈ കാണണത്? വിശ്വസിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. ഓക്കെ, അയ്യോ ഇനി ഇവിടെ വേണോ? ഇവിടെ കൂടി വേണോ ഗൈസ്? ഞങ്ങളൊന്ന് നോക്കാം. അതെ, ഞങ്ങള് കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യണല്ലോ. തീർന്നോ? ഇനി ഉണ്ടല്ലോ. വിചാരിച്ചു ചെയ്തതാ, പക്ഷെ തീർന്നില്ല. ഇതങ്ങോട്ട് ചെയ്യാം. കുട്ടിമണി നമ്മുടെ സൗണ്ട് കേട്ട് പേടിച്ചു പോയി. അതെ, വേറെ ആരോ വന്നു ഓർത്തു. വീട്ടിലൊരു കിളി പോലും വരുന്നത് ഇഷ്ടമല്ല. ആൾക്കാരും വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ കടിക്കാം അവരുടെ ചിന്തയാണ്. അത് മാത്രാണോ, ഏതെങ്കിലും ഇപ്പം വെഹിക്കിൾസ് ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ഹോൺ അടിക്കരുത്. അടിച്ചാ പിന്നെ ഞങ്ങളൊക്കെ ചെയ്താലേ ഇല്ല. അത് തന്നെ. ആരടാ ഹോൺ അടിക്കുന്നേ? റോഡിലൂടെ ആണോടാ വണ്ടി ഓടിക്കുന്നേ? സത്യം. ഹോൺ അടിക്കാതൊക്കെ നിനക്ക് പൊക്കോളാണോ? നീയൊക്കെ എന്തിനാണ് അങ്ങോട്ട് കയറി വരുന്നത്? കാണിക്കൂ, എന്നെ കാണിക്കൂ. അല്ല, ബാക്ക് സൈഡ് കാണിക്കൂ. 1 2 3 4 എന്റെ കയ്യിലുണ്ട്. കാണിക്കണം എന്നെ കൂടി. ഞാൻ തിരിഞ്ഞോ? ആ, അങ്ങനെ ഇയാളന്ന് പറയണ്ടേ. മെറി ക്രിസ്മസ്, വി വിഷ് യു എ മെറി ക്രിസ്മസ്, വി വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ബെല്ല് നമുക്ക് ഇവിടെയും കൂടി വെക്കാം. ഇനി അധികം ബെൽസ് നമ്മൾ ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മെറി ക്രിസ്മസ് ഇത് കാണില്ല കേട്ടോ. യെസ്, അത് കാരണം ഞങ്ങള് ഇതിൽ കൂടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് തന്നെ അത്ഭുതമാണ്. അധികാലാകുമ്പോഴത്തേക്ക് വിഷാണല്ലോ. അതെ, കാരണമാണ്. അതെ, അധികാലാകുമ്പോ ദിവസമാണ്. വിഷം ആയതുകൊണ്ട് തന്നെ മെറി ക്രിസ്മസ് ഇത് കാണുന്നില്ല. അല്ലെങ്കിൽ ഈ മെറി ക്രിസ്മസിന് ഒരു പ്രശ്നമുണ്ട്. കൊറേ നേരമായി പറ്റി ഒളിച്ചിരിക്കാൻ. അതന്നെ, ഒളിച്ചിരിക്കാൻ. നിങ്ങൾ ഊഹിച്ച അവിടെ എസ് ഉണ്ടെന്ന്. അതെ, അല്ല നമ്മൾ ഉദ്ദേശിച്ചതാണ്. അതെ തന്നെ. അല്ല, ബെൽസ് ഒക്കെ വരുമ്പോഴാണല്ലോ ഇത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ ശരിയാവും. കുഞ്ഞെത്തി മുള്ള ഇപ്പൊ കുഴപ്പമില്ല. അത് കുറിപ്പിച്ചിരിക്കുന്നതിനെ പോലെ ഉണ്ട്. കുഴപ്പമില്ലല്ലോ. അത് അങ്ങനെ വേണ്ട. എന്തെങ്കിലും ഭുങ്ങി പോയി. അപ്പൊ ഇങ്ങനെ ആക്കിയാലോ? അതിന് കൊമ്പ് നീട്ടി വെച്ചോളുണ്ട്. ഇങ്ങനെ ഇരുന്നോട്ടെ, രസമുണ്ട്. ഇങ്ങനെയോ? എന്തേലൊക്കെ വെറൈറ്റി ആണല്ലോ. കണ്ണ് കിട്ടാതിരിക്കട്ടെ. പുൽക്കൂടിന്റെ കണ്ണാണ് സംഘടിപ്പിച്ചത്. ഇതൊരു രസം. അങ്ങനെ വെച്ചിട്ട് വരുന്നില്ല കുഞ്ഞാച്ചേ. പൊക്കി വെച്ചെന്നറിയോ നമ്മുടെ മെറി ക്രിസ്മസ് നല്ല. ഇത് കുറച്ചിങ്ങനെ മുള്ളിക്ക് വെച്ചാൽ, ഞാൻ അതല്ല പറഞ്ഞത്. എന്താണെന്നറിയോ, ഇതിപ്പോ വെച്ചില്ലേ, ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ മതിയെന്ന്. അപ്പൊ ഈ ബെല്ലിന്റെ ഇത് കാരണം എസ് കാണും. ഇത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കഴിക്കാൻ അറിയില്ല. ഇപ്പോഴോ? അയ്യോ, എല്ലാം കൂടി ചെറിഞ്ഞു പോയി. ബെല്ലും ഇത് നമ്മളെ കളയന്നെ. മെറി ക്രിസ്മസിന്റെ ലവാന്ന് തോന്നുന്നു. ആ, നിങ്ങൾ തമ്മിൽ ലവാണോ? അത് തന്നെ. ഇപ്പോൾ ആ ബെല്ലിന്റെ അടുത്തേക്ക് പോകുന്നു. ഇത് ശരിയല്ല. ഇത് മതി, ഇത് മതിയില്ലേ? ഓക്കെ, റെഡി. അവിടെ ഉണ്ടെന്നങ്ങ് സങ്കല്പിക്കാം. ഞങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോ കാണിച്ചാൽ മതി. എന്റെ അവിടെ പോയി നിക്ക്. സാന്റ എന്താ അവിടെ നിക്കുന്ന? സാന്റ ഞാൻ എടുക്കാം അവിടെ. 1 2 3 മക്കളെ, ഓവറോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതുകൊണ്ട് പ്ലേസ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ രൂപങ്ങൾ വെക്കാനുണ്ട്. നമ്മുടെ യേശുദേവനെ, ആടിനെ, അങ്ങനെ കുറച്ച് നമ്മുടെ ഐറ്റംസ് നമുക്ക് വെക്കാനുണ്ട്. ലെറ്റ്സ് ഗോ. എന്താ കുഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി? എന്താ നീ നെക്സ്റ്റ് ചെയ്യുന്നേ? നെക്സ്റ്റോ? നെക്സ്റ്റ് കഴിഞ്ഞല്ലോ. ഇത്രേ ഉള്ളോ? ഇത് പകുതിയിലായിട്ടുള്ളൂ. ഒന്നും ആയിട്ടില്ലല്ലോ. ഇത് പകുതിയല്ലോ. അയ്യോ, എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ടേബിൾ പിടിച്ചത് മറിഞ്ഞു വീഴില്ലേ? മറിഞ്ഞു വീഴുന്നില്ല, പ്ലാനുണ്ട്. ഓക്കെ, ട്രീ അല്ലാത്ത നമ്മുടെ എന്താണ് എന്താ പേര്? പുൽക്കൂടാ? ചാടിക്കാതെട്ടോ. പുൽക്കൂട് ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ വെച്ചിട്ട് എന്താക്കാൻ? നമ്മൾ അങ്ങോട്ട് എടുത്ത് വെക്കുവന്നല്ലേ പറഞ്ഞേ? പൊട്ടനെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കിലേക്ക്, ഇച്ചിരി ബാക്കിലേക്ക് വെക്കാം പുൽക്കൂട്. എന്താ പ്ലാൻ? ഇതാണ് നമ്മുടെ പ്ലാൻ. എന്ത് പ്ലാൻ നമ്പർ 125 മീൻസ്? അതായത് രമണ, എന്താണ് നമ്മള് ഇന്നലെ ക്രിസ്മസ് എന്ത് നമ്മുടെ ഗായ്സ് അപ്പം എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞോ? അപ്പൊ എല്ലാരെയും കാണും. എന്ത്? പോട്ടെട്ടോ. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഗായ്സ് അപ്പം നമ്മള്
നമ്മുടെ ട്രീയും ക്രിസ്മസിന്റെ നമ്മുടെ പുൽക്കൂടും എടുത്ത് അങ്ങോട്ടേക്ക് എവിടെ പോയി? വെള്ളം അവിടെ ഉണ്ട്, അങ്ങോട്ടേക്ക് എടുത്ത് വെക്കാന്ന് ഓർത്തു. അവന്മാരവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഓർത്തു ട്രീ അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റൊന്നും വേണ്ട കുഞ്ഞാറ്റി. എന്നിട്ട് പുൽക്കൂട് ഇവിടെ വെക്കാൻ പോവാ നമ്മള്. ആണോ? ട്രീ നമ്മൾ ഇപ്പുറത്തും വെക്കാൻ പോവാണ്. അല്ല, അടിപൊളി മരവും ഉണ്ട്. അത് ശരിയാ. എന്താ പ്രശ്നം? ഒരു കാര്യം പറയട്ടെ, ട്രീ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാല് അവന്മാര് ചാടി കയറുമെന്ന് ഓർക്ക്. അപ്പൊ അവന്മാരെ കൈ ഇവിടെ കൊളുത്തി, അപ്പൊ നിലത്തേക്ക് മറിയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ട്രീ ട്രീ അല്ല ചാരി വെപ്പിക്കാം. അതായത് ആ മരത്തിന്റെ ആ ഒരു ഇടയ്ക്കത്തെ സ്പേസ് കാണുന്നില്ലേ, അതിനോടൊക്കെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇവിടെ വെക്കാൻ പോകുന്നേന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു കേട്ടോ. ഇവിടെ ഇങ്ങനെ വെക്കാന്നല്ലേ. അപ്പൊ ട്രീ ഇവിടെ തികയുവോ? പിന്നെ തികയാതെ എന്താ, നമ്മള് തികയിപ്പിക്കും അല്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റും, ഇങ്ങനെയൊക്കെ മാറ്റി മുകളിലേക്ക് കെട്ടി വെക്കും. എന്നിട്ട് നമ്മളിവിടെ വെക്കും. അപ്പൊ നോക്കിക്കേ, നമ്മുടെ പുൽക്കൂടിന് ഇനിയിപ്പോ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. അപ്പൊ നമ്മള് ക്ലീൻ ഒക്കെ ചെയ്ത നമ്മുടെ ടേബിൾ തന്നെയാണ് പുൽക്കൂട് നമ്മള് പ്ലേസ് ചെയ്യാനും എടുത്തേക്കുന്നത് അല്ലേ. ടേബിള് വാങ്ങിയതപ്പൊ അതിനായോ എന്നൊരു ഡൗട്ട്. അപ്പൊ നോക്കിക്കേ, അടിപൊളിയല്ലേ? അടിപൊളിയാണേ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം ഗൈസ്, മെയിൻ സാധനമാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പുൽക്കൂടിന്റെ ഉൾഭാഗമാണ് നമ്മൾ നെക്സ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉൾഭാഗത്തിലാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉൾഭാഗത്തിൽ എന്താ ആദ്യം ചെയ്യേണ്ടത്, പുല്ലോ എന്തെങ്കിലും നിരത്തണ്ടേ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പുൽക്കൂടാകുമ്പോ കച്ചിയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇച്ചിരി കച്ചി കിട്ടിയിട്ടുണ്ട്. മുത്ത വാങ്ങിയപ്പം തേത്തൻ തന്നു, മുട്ട പൊട്ടാൻ വേണ്ടിട്ട് ഉള്ളിക്കൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് തരില്ല. നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് കച്ചി തന്നു. കച്ചി ഞാൻ പോയി ഓർപ്പെടുത്തില്ല. Oh my god! Gosh! Oh my gosh! Oh my god! Okay guys! Yeah! കച്ചി നിറഞ്ഞോ കണ്ണും? അതല്ല, മാറ്റി വെച്ചേക്കാം. ഇനി യേശുദേവനെയും മാലാഖനെയൊക്കെ എവിടെ വെക്കും? കച്ചി. ഓ മൈ കച്ചി. ഓ നോ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഓൺലി കച്ചി. നമ്മൾ എന്നതായി കാണുന്നത്? വിതറിക്ക് കുറച്ച് ഇവിടെ വെച്ചാലേ. അപ്പൊ കച്ചീന്റെ ഒരു മേളം തന്നെ ആക്കാൻ മാറ്റം പറയാം. നീളം കച്ചി അത് തന്നെ, ചുണ്ട കച്ചി. അതെ, കൊറേ കച്ചി, കൊറേ കച്ചി, പല 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 കച്ചികളുണ്ട്. ഇതൊക്കെ അതെന്താണ് കെട്ടിടാനാണ്. ഏതോ പശുവിനെ കെട്ടിയ കയറാണ് കേട്ടോ. കച്ചിന്റെ കൂടെ കളയുവാണോ? ഞാനാണ് കളഞ്ഞത്. ഇതാണ് കൈസ് ഡെക്കറേഷൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ അഴിഞ്ഞ് കയ്യിലേക്ക് വരും. ഈ കച്ചിക്ക് ഒരു അനുസരണയില്ലാത്ത കച്ചിയാട്ടോ. ഇങ്ങനെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ലെവൽ ചെയ്യാട്ടോ. ഇനിയിപ്പൊ എനിക്ക് ബാക്കിൽ പോയി നിക്കാൻ പറ്റില്ല മാവാറ്റ്. എന്ത് ചെയ്യും, നമ്മളിങ്ങോട്ട് വലിക്കും, എന്നിട്ട് പുറകെ പോയി നിൽക്കൂടാ. ആദ്യം പ്ലാനൊക്കെ കാണിക്കാൻ പാടില്ലേ? എന്റെ വെള്ളം അറിയോടാ. എന്റെ വയലിൽ ട്രീ നടാ വരുന്നേ. കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചോ, അത്രയും ബാക്കിലേക്ക് വെക്കണ്ട. ഒരു പ്യാടി വന്നിട്ടുണ്ട്, എനിക്ക് പ്യാടി, ഒരു കുഞ്ഞു പ്യാടി. അതെ, ഓക്കേ സെറ്റായില്ലേ? ഇതൊക്കെ അത്രേ ഉള്ളൂ. എടാന്ന് ഇനി നമുക്ക് പോയി നമ്മുടെ രൂപങ്ങൾ എടുത്തിരുന്നല്ലോ. നീ എന്താ ചെയ്യുന്നേ? അയ്യോ ഒന്നുമില്ല, സാന്റെ വീഴാൻ പോയി. താടിയൊന്നും കുടിക്കില്ല. ചുണ്ടുണ്ടോ? ചുണ്ടുണ്ടോ സാന്റ? മാറി നോക്കണേ, സാന്റയ്ക്ക് ചുണ്ടുണ്ടോന്ന്. നമ്മുടെ രൂപങ്ങൾ, നമ്മുടെ രൂപങ്ങൾ. അയ്യോ സോറി ഗൈസ്, ഇത് നമ്മുടെ ഒരു പാവയാണ്.
അപ്പൊ ഈ പാവയെ നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ തൂക്കിയിടാൻ പോവാണ്. ഇവനൊന്ന് ഇതിനകത്ത് നമ്മള് ക്രിസ്മസിനൊന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. യെസ്, നമ്മളൊന്നും ഒഴിവാക്കരുത്. യെസ്, നമ്മളെല്ലാം വാരി വലിച്ച നമ്മളെ ശേഖരനെ പോലെ ഉണ്ടല്ലോ അതിന് കാണാൻ മുഖം. നമ്മുടെ നമ്മുടെ അച്ചൂട്ടീനെ പോലെ ഉണ്ട്. അപ്പൊ അച്ചൂട്ടി അവിടെ കിടക്കട്ടെ. അച്ചൂട്ടി വിളിച്ച പൊടി വരും കേട്ടോ. അപ്പൊ നമുക്ക് എന്തിക്കാം, ധൂപങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വേഗം എത്താതെ അപ്പുഷാണ് അവിടെ എല്ലാം കുടഞ്ഞിടാം. സോടി വിളി കേട്ടോ. പൊട്ടുവോ? നിങ്ങൾക്ക് അറിയാലോ നമ്മളിത് വാങ്ങിയത് വലിയൊരു കഥയാണ്. ഞാൻ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് വീഡിയോയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പോയി കണ്ടാൽ അറിയാം നമ്മളിത് വാങ്ങിയത് എങ്ങനെയാ, പർച്ചേസിങ്ങിന് പോയതും ഒക്കെ നമുക്ക് വരാം. നമ്മുടെ കുഞ്ഞുണ്ണീശോ അപ്പം നമ്മള് നമ്മുടെ ഗ്ലോറിയെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഗബ്രിയേൽ മാലാഖ ഞാൻ എടുത്തിട്ട് കേട്ടോ. അയ്യോ, മാലാഖ അവിടെ നമ്മുടെ വിളക്കിന്റെ അടുത്താണ്. ഓടിച്ചാടിപ്പോയി, വേഗം എടുത്തിട്ട് വരൂ. ഇതവിടെ മോസ്റ്റ് നമ്മുടെ ഗബ്രിയേൽ മാലാഖ. അപ്പൊ നോക്ക്, നമ്മുടെ മാലാഖയുണ്ട്, നമ്മുടെ മാലാഖ. ഇപ്പൊ തന്നെ എല്ലാം ശരിയായോ? മോസ്റ്റാണ്. മാതാവ് എവിടെ പോയി? അയ്യോ, ഇതല്ലേ മാതാവ്? മാതാവ് ഇതാണ് മാതാവ്. ഇതല്ലേ മാതാവ്? മാതാവ് ഇത് ഔസേപ്പിതാവാണോ? അതേം തോന്നുന്നു. അതെ 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 അതെ. പിന്നെ നമ്മുടെ ഇവിടെ ആട്ടുകുഞ്ഞുങ്ങളുണ്ട്, ചെമ്മരിയാടുണ്ട്. ഇവിടെ നിർത്തിയിട്ട് എല്ലാരും കാണിക്കും. അങ്ങനെ ഓക്കെ. ലാസ്റ്റ് നിങ്ങള് കാണ്, എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം ക്ലാസ് വെക്കുന്നുണ്ടോ? യെസ്, കൂളിംഗ് ഗ്ലാസ് വെക്കാതെ സാൻഡ് ഈ പൂ നമുക്ക് ഇവിടെ വെക്കാം. കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒന്നും ഒഴിവാക്കണ്ടല്ലോ. അപ്പൊ നോക്കൂ ഗൈസ്, എത്ര രൂപങ്ങൾ നമുക്കുണ്ടോ നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 എണ്ണുന്നതിന്റെ ഒരു കുഴപ്പമാണത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 20 ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ 1 2 3 4 5 6 7 8 9 10 11 അയ്യോ 12 13 14 അയ്യോ 15 16 17 18 19 എണ്ണം ഉള്ളല്ലോ. ഇനി 20 എവിടുന്ന പറയണത്? ഒന്നും പറയാൻ അറിയത്തില്ല. അയ്യോ, അപ്പൂനെ അടുത്ത് എനിക്ക് നീ കണ്ടോ ഞാൻ അപ്പൂസ് പാവാട്ടോ ഗൈസേ. എന്ത് പാവാന്നറിയാം. നമ്മുടെ പുഞ്ചിരീനെ, നമ്മുടെ ഷാക്ക് കുഞ്ഞിനെ പോലെ പാവാണ് അപ്പൂസ്. എത്ര ഉമ്മ വേണമെങ്കിലും കൊള്ളും. അപ്പൂ ചുണ്ടില്ലാതെ തന്നെ ഇങ്ങനെ നോക്കുന്നു. പേടിയില്ല. അയ്യോ, ഇവിടെ കൊറേ ഉമ്മ കഴിഞ്ഞപ്പോ ചെറിയ ഈ സൈഡിലേക്ക് ആയിപ്പോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ രൂപം നോക്കിട്ട് സാധനം മീശ പറഞ്ഞു പോയി. അയ്യോ, അപ്പൊ നമുക്ക് സനന്റെ പല്ല വെള്ളച്ചോളോ. അയ്യോ, ഓക്കെ. അല്ലല്ലോ, അത് മാവേലി തന്നെ. അയ്യോ സോറി. അപ്പൊ ഗിഫ്റ്റിന്റെ ചാക്കൊണ്ടൊക്കെ സൗണ്ട് എന്റെ റേഡിയേഴ്സ് ഫ്രണ്ടിലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ എന്ത് ചെയ്യാം, ക്രിസ്മസ് ട്രീ അല്ല നമ്മുടെ സാന്റെ പോയി ഗൈസ്. സാനനെ തൊപ്പി ആടിപ്പോയി. ഇല്ല, അത് മെയിൻ ഭാഗം ഞാൻ ഫോക്കസിലെടുത്തിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ ഉണ്ണി ഈശോയിനെ അപ്പൊ നമ്മൾ ഏകദേശം മീഡിയമിലുള്ള രൂപങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത് അല്ലേ. വലുതും അല്ല ചെറുതും അല്ല, വലിയ കൂടായിരുന്നെങ്കിൽ വലിയ മാതാവിന്റെ രൂപങ്ങൾ വലുത് വെക്കായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഓരോ രൂപങ്ങളായിട്ട് നമുക്ക് വേഷം കെട്ടി വേണം ഇരിക്കാം. അത് അടിപൊളിയായിരിക്കും. സ്കിറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ. അത് തന്നെ സൂപ്പർ കൂൽ 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 കൂലായിരിക്കും. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ 5:30 വരുക 5:30 6:30 സമയം നിങ്ങൾ നോക്കണം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ണീശ്വരൻ ഐശ്വര്യമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കച്ചി ഇച്ചിരി കൂടിയൊന്ന് പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാണുന്ന പിറന്നവനേ. അടുത്ത് നമ്മുടെ മാധവന് തോന്നുന്നു. അപ്പൊ മാധവനെ നമുക്ക് അടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമ്മുടെ ഓരോരുത്തരെയും നമുക്ക് നമ്മുടെ സെറ്റ് ആക്കി വെക്കാം കേട്ടോ. നമ്മുടെ ആട്ടിടയന്മാരൊക്കെ അവിടെ പോയി. ഇതാന്ന് തോന്നൂലേ, ആട്ടിടയന്മാരാന്ന് തോന്നൂലേ ഇവര്? ആണോ? എല്ലാരും സെയിം ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്നില്ല ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെ പറഞ്ഞു തരിക. അപ്പം നമുക്ക് ഇടയ്ക്ക് ആടിനെയൊക്കെ വേണം. എവിടെയാണ് ഗ്ലോറിയനെ നമുക്ക് അവിടെ തൂക്കിയിടണം. രാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപ്പാടി ഗ്ലോറിയ, അന്ന് തിങ്കൾ കലപ്പാടി ഗ്ലോറിയ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ. നല്ല രസമല്ലേ ആ പാട്ട് കേൾക്കാൻ? മോസ്റ്റ് ആണ് ഗൈസ്. അതിന്റെ ഡാൻസ് മമ്മ എപ്പോഴും കളിക്കുമായിരുന്നു കേട്ടോ. മമ്മയുടെ സ്വന്തമായിരുന്നു. കൊറേ പ്രൈസസ് ഒക്കെ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കളിച്ച് അത് തന്നെ നമ്മളെയും പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ഡാൻസ്. ഞാൻ പങ്കം കളിച്ചാ ഓർക്കുന്നേ. ടൈം കിട്ടുവാണെങ്കിൽ എന്തായാലും കളിക്കാട്ടോ. യൂട്യൂബ് കോപ്പിറൈറ്റ് ഇടുമെന്നാണ് അതാണ് പേര്. അതുകൊണ്ട് നമുക്ക് പാടിയിടാം. പാടിയിട്ടാലും ഇട്ടുതരും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ട്യൂൺ മാറ്റിയിട്ട് വർണ്ണരാജികൾ വിടരും രാവിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, അങ്ങനെയൊക്കെ നമുക്ക് വേണം ചെയ്യാം. വർണ്ണരാജികൾ വിടരും രാവിൽ വെള്ളിമേഘങ്ങൾ. ഇങ്ങോട്ടേക്കൊക്കെ വെക്കത്തെ എല്ലാം പൊട്ടിയാണ്. മമ്മ കിടന്ന് അലറുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് വെക്കാട്ടോ. നമുക്ക് ഇവിടെയൊക്കെ വെക്കാതെ ഇവിടെ ഇത്ര ദൂരം വെക്കണോ? അമ്മച്ചി യൂട്യൂബിൽ എന്തോ പ്രേതകഥ കാണുവാണേ. അപ്പൊ നമ്മുടെ ഗബ്രിയേൽ മാലാഖനെ ഇവിടെ വെക്കും. നമുക്ക് നമ്മുടെ ഗബ്രിയേൽ മോസ്റ്റ് അല്ലേ, നടുക്ക് വെക്കാം. ഗബ്രിയേൽ മാലാഖനെ നമുക്ക് സെന്ററിൽ വെക്കാട്ടോ. അത് തന്നെ. എന്ത് രസാണല്ലേ മാലാഖ, എന്തൊരു ഐശ്വര്യല്ലേ. മാലാഖ കളിയാണ്. എനിക്കില്ല. പിന്നെ ഇല്ലേ മാലാഖയുടെ മോസ്റ്റ് ലവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മാലാഖനെ. എനിക്ക് പിന്നെ ഇഷ്ടമാണ്. എനിക്ക് എല്ലാരും എനിക്ക് അതിലപ്പുറം ഇഷ്ടമാണ്. എനിക്കും എല്ലാരും ഇഷ്ടമാണ്. എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്. അതാ അപ്പൊ ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇഷ്ടമാണ്. കഴിച്ചേ ഓ, കച്ചിക്കൂട്ടിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നുണ്ടാവോ അറിയില്ല. ഗായ്സ് നോക്കൂ, നമുക്കപ്പോ ഇവരെയൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാട്ടോ. ഇതുണ്ടോ, രസമുണ്ടോ? ഞാനിത് എല്ലാം ഒന്ന് സെറ്റ് ആക്കിട്ട് ഓവറോൾ വ്യൂ കാണിച്ചു തരോ ഗായ്സ്. അപ്പം നമ്മളിത് രൂപങ്ങളെല്ലാം നമ്മളിപ്പോൾ കറക്റ്റ് പ്ലേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇനി പറയാനൊന്നും നോക്കിയാല, കാരണം ചിലപ്പോൾ നമ്മളെന്താ പറയുക, സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ പൊസിഷൻ നമ്മൾ മാറ്റുന്നൊക്കെ വരാം. കാരണം നമ്മുടെ ഗ്ലോറിയേനെ നമ്മളിത് പ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ. അതൊരു വിഷയമാണ് ഇല്ല പറ്റി. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. ഓക്കെ, സെറ്റ് ഗായ്സ്. അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മുടെ പുൽക്കൂട്ടിൽ കുറച്ച് കച്ചി കൂടിപ്പോയെന്ന് സെൻസ് ചെയ്യും അല്ലേ? നോക്ക്, കണ്ടില്ലേ, ശരിക്കും നമുക്ക് രൂപങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ പുൽക്കൂട്ടിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു സൂപ്പർ ഡ്യൂപ്പർ സ്പെഷ്യൽ മാജിക് ഡെലീഷ്യസ് അതെ, ഓ, ഒരു സൂപ്പർ ഡൂപ്പർ സാധനം നമ്മൾ മാജിക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് കാണണ്ടേ? ഇവരെയൊക്കെ മാറ്റിയിട്ടില്ലേ പുൽക്കൂടിന്റെ ഇച്ചിരി കച്ചികൾ മതി. കാരണം ഇവര് രൂപങ്ങൾ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് കുറച്ച് കച്ചികൾ എടുത്ത് കളഞ്ഞിട്ട് ഒരു മാജിക് ഞാൻ ചെയ്യാൻ പോകും. കാണിച്ചോട്ടെ. ഇവരെയൊക്കെ സൈഡ് മാറ്റാട്ടോ. എല്ലാരും മാട്ടുവാണോ? അതെ, എല്ലാവരും മാട്ടുവാണ്. എല്ലാവരും മാറ്റുന്നുണ്ട്. എല്ലാരും മാറ്റിട്ടുണ്ട്. അയ്യോ, എവിടെ കാണുന്നില്ലല്ലേ? ഇത് കണ്ടില്ലേ, കൊറേ കച്ചുള്ളോണ്ടേ. അപ്പൊ കച്ച് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടിപ്പോയി. അതാണ് വിഷയമായത് ഇപ്പം. അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. അതെ,
അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ. അതെ, ഇതുണ്ടോ, ഇതൊരു അരയന്നമാണ്. അപ്പം എന്താ വേണം, ഇതവിടെ വെച്ചു, ഇവിടെ വെക്കാം. കോട്ടയിരുന്നോട്ടെ. നമുക്ക് തുള്ളി മതി കേട്ടോ, തുള്ളി 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 തുള്ളി. അവിടെ അധികമാണല്ലോ, നമ്മുടെ ഇച്ചിരി അധികമാണ്. ഇതിപ്പോൾ എടുത്തെടുത്ത് എല്ലാം ഇല്ലാതെ ആക്കും. അതാ മണിയൊക്കെ പറഞ്ഞു വരുന്നു. ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഒന്നും ഓർക്കരുത് ഗൈസ്, എനിക്ക് ചുമ വന്നു ആന്നല്ല. അപ്പോൾ രാവിലെ ഒരു വില്ലൻ അതെ, ആ ചുമച്ചില്ലൊരു സുഖമല്ല. അതന്നെ, വയറടക്കലാകിപ്പോയി. കാരണം നമ്മുടെ ചുമക്കുന്ന സമയത്ത് വയറിലെ മുക്കിലാണ് മോസ്റ്റാവുന്നത്. അപ്പം എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എടുത്തിടും. ഇത് ധാരാളാല് പണ്ടൊക്കെ പുൽക്കൂടിന് കച്ചിയേ നമ്മുടെ താഴെ വയലുണ്ടാകുന്ന സമയത്ത് അവിടെ കച്ചി വലിയ കച്ചിത്തൂരം ഉണ്ടാവും കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ പറിച്ചെടുത്തോണ്ട് വരും. അത് തന്നെ നല്ല വൈബായിരുന്നു അല്ലേ? അപ്പൊ നോക്ക് ഗൈസ്, ഇത് മതിയില്ലേ? കാലക്രമേണ വയലില്ലാതെയായി. അത് തന്നെ, കാരണം പന്നിയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. എല്ലാം ഇല്ലാതെയായി, ഇൻട്രസ്റ്റും എല്ലാവർക്കും. അപ്പൊ നോക്കൂ ഗൈസ്, അപ്പൊ ഇനി നമ്മള് മോസ്റ്റ് സൂപ്പർ സാധനം കൊണ്ടുവരാൻ പോവാ. എന്താ കാണിക്കട്ടെ, എന്താണ് മോസ്റ്റ് സൂപ്പർ സാധനം? കണ്ടോ, മഞ്ചാടി കുരു. മഞ്ചാടിക്കുരു, നമ്മുടെ മഞ്ചാടി മരത്തിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കുനിഞ്ഞിരുന്ന് പെറുക്കി നടുവും തോളും ഒടിച്ച് മനുഷ്യന് വയ്യാതായി പെറുക്കിക്കൊണ്ട് വന്ന് കഴുകി വാരി നല്ല വെയിലത്തിട്ട് ഉണക്കി എടുത്ത് നമ്മൾ എടുത്ത് വെച്ച സൂക്ഷിച്ച സ്റ്റഫാണിത്. ഇത് കഴിഞ്ഞ വർഷത്തെ മഞ്ചാടി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആവുന്നുള്ളൂ കേട്ടോ. എന്നാലും രണ്ടുമൂന്നെണ്ണൊക്കെ വീണ്ടും തുടങ്ങി. യെസ് ഗൈസ്, കഴിഞ്ഞ വർഷം മഞ്ചാടി. അപ്പൊ എല്ലാ വർഷവും മഞ്ചാടിയിൽ പോലെ മഞ്ചാടിക്കുരു വീഴും. അത് നമ്മുടെ മഞ്ചാടി അമ്മയ്ക്ക് മാത്രമല്ല, മുകളിൽ വേറെ മഞ്ചാടിമാരുണ്ട്, 2-3 മഞ്ചാടി നിറച്ച്. നമ്മുടെ മുകളിലത്തെ മഞ്ചാടി മരത്തിൽ നിന്ന് ഒറ്റ മഞ്ചാടി പോലും വെക്കില്ല. അതുകൊണ്ട് മഴത്തെല്ലാം മലിച്ചു പോയി. കുറേ തന്നെ ഇഷ്ടം പോലെ. അപ്പൊ നോക്കി, ഈ മഞ്ചാടി മരത്തിലും ധാരാളം മഞ്ചാടിക്കുരുക്കളുണ്ട്. ഈ മഞ്ചാടിക്കുരുക്കളെല്ലാം നമുക്ക് നമ്മുടെ പുൽക്കൂടി വിതറാൻ പോവാ. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. വരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് വരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മള് പുൽക്കൂട്ടിക്കൂടി വിതറുമ്പോ ഉണ്ടോ, ഞാൻ കാണിച്ചു നമ്മുടെ മഞ്ചാടിക്കുരി എന്ത് രസമാണ്. അത് ക്യാമറ ഉള്ളിലേക്ക് വേണം. ഇതെങ്ങനെ നമുക്ക് തണുപ്പ് നോക്കി നോക്കാ. എനിക്കിപ്പോഴേ അറിയാം, ഇപ്പോഴേ തണുക്കുന്നുണ്ട് കേട്ടോ, മൂത്തണപ്പണേ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ മഞ്ചാടിക്കുരു എടുത്തിട്ട് നമുക്കിട്ട് വാരി നോക്കിയോ, ഞാൻ എടുത്തു വെച്ചതാണ്. ഒരു ക്യാമറ ഉള്ളിലേക്ക് വരണം. ഒരു സ്ഥലത്ത് മാത്രം കൂടിപ്പോയി, കുഴപ്പമില്ല. ഒരു ഗൈസ് അല്ല, ഒരു നമുക്ക് കച്ചി മാറ്റിയിട്ട് മഞ്ചാടി മാത്രമാക്കിയാലോ? അയ്യേ, അത് ബോറാവട്ടോ. എന്താന്നറിയാം, മഞ്ചാടിനെ കാണില്ല. അത് സാറില്ല, ലൈറ്റൊക്കെ വരുമ്പോഴേക്കും ഇടയ്ക്ക് മാത്രമായിപ്പോയി. ഓരോന്നെ കച്ചി മാറ്റാണെന്നാണ് പറയുന്നത്. കച്ചി അല്ല, ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കായിരുന്നു. എന്താണെന്നറിയോ, ഒരു രസമല്ലേ രണ്ടുപേരും കൂടി. നമുക്ക് കച്ചി ഒരു കാര്യം ചെയ്യാം, ഇവിടെ വെക്കാം. കച്ചി അല്ലേ ഗൈസ്, നമ്മളെ പ്ലാനൊക്കെ മാറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വലിയ പറയാൻ വരണ്ട ആരും. അറിയാലോ. അതെ, നമുക്ക് പുൽക്കൂടിന്റെ ഉള്ളിൽ മാറ്റി വെക്കാം. അതെ, മാറ്റി. അപ്പം എല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ മഞ്ചാടിക്കുരി നമുക്ക് കുടയാട്ടോ. രസം ഉണ്ടാകുമോ നമുക്ക് നോക്കി വെക്കാം കേട്ടോ. ഓ വാ, ഉള്ളിലിട്ട നക്ഷത്രം എൻ്റെ കൂടെ ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊരു ലൈറ്റ്, ലൈറ്റ് നമ്മൾ ലൈറ്റൊക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? മുണ്ടിന് വാല് കണ്ടോ? മുണ്ടിന്റെ വാല് കാണിക്കുന്നത് എന്താ?
നല്ലടാ പറയുന്നത് ഇവിടെ ഇരിക്കടാ. അതെ ഇരിക്കടാ. ഇനി ഇരിക്കണോ എനിക്ക് മഞ്ചാടി? ഇനി വേണോ? മഞ്ചാടി ഇതുപോലെ ക്യാമറമാനും കൂടെ കൂടിയിട്ടോ. എനിക്ക് തോന്നുന്നത് ഫുൾ ഇവിടെ മുഴുവനും മഞ്ചാടിയാക്കാൻ തോന്നുന്നു. ഇവിടെ തൊട്ട് ഇവിടെ അതല്ലേ. അപ്പൊ നമുക്ക് നേരത്താട്ടോ. ഗായ്സ് അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം ഗായ്സിനെ. ഇത് നോക്കൂ, നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് നമ്മളിത് നല്ല രസത്തിൽ നമ്മുടെ മഞ്ചാടിക്കുരുമൊക്കെ നല്ല മോസ്റ്റായിട്ട് വിതരും. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത പുൽക്കൂടാണ് ഗൈസ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. മോസ്റ്റ് മഞ്ചാടിക്കുരുമൊക്കെ വിതറി അല്ല സൂപ്പർ കൂലായിട്ട് ഒക്കെ എന്ത് രസമാണ് കാണാനെന്ന് അല്ലേ വാവാറ്റി? അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പുൽക്കൂടിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കച്ചികൾ ഫുള്ള് ഞാൻ ഈ കൊട്ടയിലേക്ക് എടുത്തിട്ടായിരുന്നു അല്ലേ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊട്ടയിലുള്ള കച്ചികളെല്ലാം നമുക്ക് കൊച്ചികൾ നമുക്ക് ഇങ്ങനെ ഓർഡറായിട്ട് നമുക്ക് നിരത്തണം കേട്ടോ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാഞ്ഞിട്ട് ഒരു സുഖമില്ലായിരുന്നു കേട്ടോ. നമ്മള് പെട്ടെന്ന് എന്താ പറയാ തക്കട ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം അപ്പോഴാണ് നമ്മുടെ മെയിൻ ഐഡിയ നമ്മൾ മറന്നു ബ്രെയിൻ പ്രവർത്തിക്കുവാണ്. ഗായ്സിന് വിവരമില്ല കണ്ടോ. നിങ്ങൾക്കറിയാലോ അല്ലെങ്കിൽ തലേ കളിമണ്ണാന്നൊക്കെ. ഇന്നലെയാണ് കളിമണ്ണ് ഇച്ചിരി നീങ്ങിയത്, അതിന്റെയാണ് ഇപ്പൊ കാണുന്നത്. സത്യം. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുറിക്കുന്നു, കാണിക്കുന്നു. കണ്ടോ, ഇതേപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുറിക്കാൻ വെക്കാൻ. എന്താ ഇപ്പൊ മുറിക്കാൻ അറിയത്തില്ലേ, കത്രിക എടുക്കുക, ടിഷ് ടിഷ് കഴിഞ്ഞു, കഴിഞ്ഞു 2 ഡിഷിൽ കാര്യം കഴിഞ്ഞു. അതെ ഓക്കേ. നമുക്ക് എന്തിനും ചെയ്താലും ഒരു വൃത്തി വേണം, ഓർഡർ വേണം. മിക്കവാറും ക്രിസ്മസിന്റെ അന്ന് രാവിലെ വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ, നമുക്ക് ഓവറാക്കരുത്, ഒരു മീഡിയം. ഓക്കെ, നമുക്ക് എന്തിക്കാം, ഇവിടം വരെ നമുക്ക് കഴിഞ്ഞോ? യെസ് ഗായ്സ്, അങ്ങനെ നമ്മളിത് മോസ്റ്റ് ആയിട്ട് നോക്കൂ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാ, ഇപ്പൊ തന്നെ കാണാനൊരു സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് രൂപങ്ങളെല്ലാം നമ്മള് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഉണ്ണീശോ നമുക്ക് സെൻട്രലായിട്ട് ഇവിടെ ഒരു അങ്ങനെ സ്പേസ് ഇട്ടിട്ട് ഇവിടെ വെക്കാം. ഉണ്ടോ, കുറച്ച് പുറത്തേക്ക് വെക്കാം അല്ലേ, ഇത്രയും വരെ. ഓക്കെ, വാ ഡ്രസ്സ് മണ്ണിക്കാനാണ്. ഇനി നമ്മുടെ ഇതല്ലേ മാതാവ്, നമ്മുടെ മാതാവിന് വെക്കാം. സൈഡിൽ വെച്ചാൽ പോരെ മാതാവിനെ? ഇവിടെയാ. ഓക്കെ, ഉണ്ണീശോനെ ഇച്ചിരി കൂടെ ഫ്രണ്ടിലേക്ക് വെച്ച് വന്നിട്ട് ശരിയാ. ഓക്കെ, നമ്മൾ കാണുമ്പോൾ എളുപ്പാ, ഇത് ചെയ്യാൻ നല്ല പ്യാടാണ്, നല്ല പ്യാടാണ് എല്ലാം ചെയ്യാൻ. അതന്നെ. മാതാവിനെ നമുക്ക് നമ്മുടെ ഔസേപ്പിതാവ് എന്റെ ഈ രൂപം ഓൾറെഡി ചെരിഞ്ഞിട്ടല്ലേ. ഇവിടെ വയ്ക്കാം കേട്ടോ, ഇവിടെ വയ്ക്കല്ലേ. ഇതല്ലേ നമ്മുടെ മാലാഖ, ഗബ്രിയേൽ മാലാഖനെ വെക്കണ്ടേ? മാലാഖ അവിടെ പോയി, ഇതേ മാലാഖ വിളിച്ചിരിക്കാ കൊള്ളാൻ. മാലാഖനെ നമുക്ക് ഇവിടെ വെക്കണം, അടുക്ക് വെച്ചാൽ പോരെ? ഇവിടെ വയ്ക്കാം. കാണും മാലാഖനെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വെച്ചു, കാരണം മാലാഖ അടുത്തായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഗബ്രിയേൽ മാലാഖ ഉണ്ടായിരുന്നില്ല കേട്ടോ. യെസ് ഗൈസ്, ഈ പ്രാവശ്യം ഭാഗ്യത്തിന് മാലാഖ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരാടിനെ ഇവിടെ വയ്ക്കാം കേട്ടോ. ഒരാടിനെ ഇവിടെ, ഇനി ഒരു പശുക്കിടാവിനെ വെക്കാം. ഇത് കിടാവാണോ അല്ലേ? കിടാവാൻ തോന്നുന്നു അല്ലേ. ഇത് ഒട്ടക, ഇത് ഒട്ടക. ഇതാക്കാം, ഇതാക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അവിടെ അവിടെ 2 പേരെ വെക്കാം, അവിടെയും അവിടെയും. നമ്മുടെ ആട്ടിടയന്മാരാണോ? ആട്ടിടയന്മാരല്ല തോന്നുന്നല്ലേ. ഇവിടെ വയ്ക്കാതെ നമ്മുടെ വയ്ക്കാം ഒരാള്. മാതാവ് ചെരിഞ്ഞിരുന്നിട്ട് വിഷമാവോ? ചെരിവല്ലോ. എന്തോ ആ രൂപം ഓൾറെഡി ചെരിഞ്ഞിട്ടാണ്. ഇപ്പൊ സെറ്റ് എന്നോടാ കളി ഇന്നലെ. അത് തന്നെ.
രൂപങ്ങളൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലേ മഞ്ചാടിയിൽ മഞ്ചാടിയിൽ വെച്ചിട്ട് കളറായിട്ടുണ്ട് ഗൈസ്. മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം വെറൈറ്റി ആണ് ഗൈസ്. നിങ്ങളും അങ്ങനെ വെറൈറ്റി ആവാൻ ശ്രമിക്കണം, മനസ്സിലായില്ലേ? ഓക്കെ, അവര് വെറൈറ്റി അല്ലേ, അത് കാരണമല്ലേ നമ്മുടെ വീഡിയോ കാണുന്നത്. അത് തന്നെ, നിങ്ങൾ വെറൈറ്റി ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. യെസ്. അടുത്ത് നമ്മള് ഇവിടെ വെക്കാം കേട്ടോ. ഉള്ളിലേക്കും വെക്കണ്ടേ? യെസ്. അവിടെ അല്ല അവിടെ നമുക്ക് 2 ആടിനെ വെക്കണം. ആടിനെ 2 പേരെ പുറത്ത് വെക്കണം ചേട്ടി. ഇവിടെ വെക്കാം, അടുത്തിരുന്നോട്ടെ. ഇവിടെ ഒരു മനുഷ്യനെ വെച്ചാൽ മതി. ആട് വേണ്ടേ? ആടിന് വേണ്ട, മനുഷ്യൻ. ഓക്കെ, അവിടെ സെറ്റായി. ഇവിടെ വെക്കാം. ഇനി ഇവരെ നമുക്ക് ഒരാളെയും കൂടി ഉള്ളിൽ വെക്കണം. കാണില്ല. ഇവിടെ ഇരുന്നോട്ടെ. ഉള്ളിൽ നമുക്ക് കുറച്ച് ഫില്ലായി നിൽക്കുന്ന പോലെ തോന്നണ്ടേ? യെസ്. ഇപ്പം റെഡി. നല്ല രസമുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും പേരുണ്ടല്ലേ ഇനി? വാവ് 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 വാവ്. ഈ ആടിനെ, ആടാണോ? ആടല്ല, കുതിരയാണോ? അല്ല, ഇത് പശുക്കിടാവാണ്. കാലിത്തൊഴുത്തല്ലേ? ഇവിടെ വെക്കാം. മഞ്ചാടി തൊഴുത്തായിപ്പോയി. അത് തന്നെ, സത്യം. ഇവിടെ വെക്കാം അല്ലേ? ചാടിപ്പോന്നാണ്. ശരിയാ. നമുക്ക് ഒരാടിന് ഉള്ളിൽ വെക്കാം കേട്ടോ. ഇവിടെ അത് വെക്കാതെ ഒരു സമാധാനം, സാറ്റിസ്ഫൈ വരുന്നില്ല. അതുകൂടി വെച്ചാലാണ് അവിടെ ഒരു പെർഫെക്റ്റ് ആവുള്ളൂ. പെർഫെക്റ്റ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ സൈഡിൽ വെച്ചു. നമ്മുടെ അര തന്നെയാണേ. ഓക്കെ, ഇവിടെ 2 പേരും കൂടി. കടുവൻ പുലി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അല്ല ഗൈസ്, എല്ലാ മൃഗങ്ങളുടെയും കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ. മൃഗങ്ങളുടെ സ്റ്റാച്യൂസ് ഇല്ലേ, അതും കൂടെ ഉണ്ടായിരുന്ന നല്ല രസമായിന്. നമ്മള് എന്താ യേശുദേവനെ കാണാൻ എല്ലാവർക്കും വന്നു. അതന്നെ, അങ്ങനെ ഒന്നുമില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലല്ലോ. അത് തന്നെ. ഇവിടെ എങ്ങനെ വെക്കാല്ലേ? അതാ മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതാ ഈ കച്ചി പാട്ട് ഓർമ്മ വരാണ്. അതന്നെ, ആ പാട്ടാണ്. കച്ചിയിൽ ഇരിക്കുന്നില്ല. കച്ചി എന്താണെന്നറിയോ? വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെക്കണം. ഇവരെ വെച്ചിട്ട് നമുക്കെന്നാ കച്ചി വെക്കാറുന്നില്ല. അല്ല, അത് പണിയാവും. ഇങ്ങനെ വെച്ചാൽ മതി. വെച്ച് വെച്ചിട്ട് സ്പേസ് ഇട്ടിട്ട് ഇപ്പൊ ചടിപ്പ് ചെയ്താ കച്ചി കച്ചി ഇല്ലാത്ത പോലെ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇനി ഒരാളെയും കൂടെ അല്ലേ വെക്കാനുള്ളത്. ഇനി അത് ഗ്ലോരിയ ഇറങ്ങി ഓടുവാണ്. പറന്നു പോവാ അല്ലേ? ഇപ്പൊ പോസ്റ്റ് ആയില്ലേ? അയ്യോ അയ്യോ, ഗ്ലോരിയനെ നമ്മളിനി എവിടെ ഇടും? അത് മറ്റേ കുട്ടിമണീനൊക്കെ കെട്ടില്ലേ, അതുപോലത്തെ ഒരു കുരുക്ക് പോലെ ഉണ്ടാക്ക്. അത് കൃത്യം യേശുദേവന്റെ സെൻട്രലായിട്ട് വരണം. എന്നാ ഇവരെ ആരെയും മറയാനും പാടില്ല, മാതാവിനെയും. ഇത്ര ഒരു ഹൈറ്റ് നോക്കിയേ. കുറച്ചും കൂടെ പൊക്ക്, ഒരു തുള്ളിയും കൂടെ പൊക്കണ. എന്താന്നറിയോ? മാലാഖനെ കാണാൻ വേണ്ട. ഗബ്രിയേൽ മാലാഖനെ കാണുന്നില്ല. ഗ്ലോറിയ ഭയങ്കര താഴെ വന്ന് നിൽക്കുമ്പോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളത് സെറ്റ് ആയോ? റെഡി. നമ്മുടെ ഗ്ലോറിയ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ അടുത്ത കളി. നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ പുൽക്കൂട് നമ്മള് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ നമ്മുടെ ഹൈലൈറ്റ് ആയതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള മഞ്ചാടിക്കുരുവാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫോക്കസിൽ കാണാം.
ഗൈസേ ബോധം ഉണ്ടാവുന്ന മനുഷ്യന് എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചിലപ്പോ എല്ലാം കഴിയുമ്പോഴാണ് കേട്ടോ. അതെ. അപ്പൊ നോക്ക്, നമ്മുടെ റെയിൻഡിയേഴ്സ് കുറെ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ നമ്മള് റെയിൻഡിയേഴ്സിനൊക്കെ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് രസിക്കാൻ വേണ്ടിട്ട് നമ്മളെന്താക്കി, രസം അധികമാക്കാൻ റെയിൻഡിയേഴ്സിന് വെച്ചു. നമ്മുടെ അടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് മാലാകന്മാരുണ്ട് കേട്ടോ. ഇതുണ്ടോ മാലാക? ഒന്ന് തെറിക്കും മാലാകാണ് കണ്ടോ? അത് മസ്റ്റായിട്ടുള്ള എനിക്ക് ഞരമ്പ് മാലാകന്നെ ഓടിക്കും. പാവം മാലാക. ഫ്രണ്ടിലൊന്നും കാണുന്നില്ല, പക്ഷെ ബാക്കിലെല്ലാം കാണുന്നുണ്ട്. സത്യം മിസ്സായി. അപ്പൊ നോക്ക് ഗൈസ് ഓർക്കുന്നുണ്ട് ഈ പിള്ളേർ എന്താ ഇങ്ങനെ. അത് തന്നെ. ഇപ്പൊ നമ്മള് മാലാകേന്റെ ഇത് ഇവിടെ ഒരു ഞെടുപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? അപ്പൊ നമുക്ക് തലയില് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് അവിടെ കുത്തി വെക്കാം കേട്ടോ. നോക്ക്, നോക്ക് ഗൈസ്. 2 3 ഇവര് ഓർക്കുന്നുണ്ടാവും നമുക്ക് എന്താ അത് പറ്റിയത് പെട്ടെന്ന്. ഇന്ന് ചെയ്തിട്ടില്ല, അതിന്റെയാണ് ഇതാണ് കേട്ടോ ഗൈസ്. കണ്ടോ? നോക്ക്, ഇതിന്റെ ഇവിടെയാന്ന് തോന്നുന്നു അല്ലേ? ചാടി വരുമോ ഞെട്ടി? ഗൈസ് കണ്ടോ, നമ്മുടെ കൂടെ പുൽക്കൂട് എടുക്കാൻ നമ്മുടെ ഒന്നിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവനോട് ചാടിക്കരോ? എന്താ പിന്നെ പുല്ലില്ലേ, അല്ല പുല്ലല്ല വൈക്കോൽ, അതെല്ലാം മോസ്റ്റ് ആവും. കാരണം നീയോ ചാടാൻ മെടുക്കനാണ്. എന്നിട്ട് അവിടെ മോസ്റ്റായി കഷ്ടപ്പെടുമ്പോ ഞാൻ ഇവിടെ കിടന്ന് മോസ്റ്റ് ഡയലോഗ് പറയാണ്. റെഡിയല്ലേ? അടിപൊളിയായിട്ട് റെഡി. റെഡി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? നമുക്കിനി മാലാകേനെ മുകളിൽ 7 റെയിൻഡിയേഴ്സും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 8 എണ്ണം വെക്കണ്ടായിരുന്നു അല്ലേ? പിശുക്ക്. അതെ, ഒരു 8 എണ്ണത്തിന് വെക്കുവാണ് പെയർ ആയേനെ. അതന്നെ. എത്ര മാലക? ഇനി 4 പേരും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് എന്ത്, ഈ 4 പേരെയും കൂടി നമുക്ക് അവിടെ തന്നെ എങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഫൈനൽ വ്യൂ കാണിച്ചിട്ടുണ്ടോ? ഇത് കണ്ടോ, എന്റെ കയ്യില് കോർത്ത് പിടിച്ചേക്കുന്ന കണ്ടോ? അയ്യോ അതെ, ക്യാമറയൊക്കെ ചാടി പിടിക്കുന്നുണ്ട്. അയ്യോ ഒന്നിയോ മ്യൂരിയലേ, എന്റെ ചക്ക ഓരിയോ. എന്താണ് ഒന്നിയോയ്ക്ക് അല്ലേ? ടേപ്പ് ബോമിന് എടുത്ത ആളാണ് ഗൈസ്. ആ വ്യക്തിയാണ് ഈ ഇരിക്കുന്ന വ്യക്തി. സത്യം. കുറഞ്ഞു വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതെ. അതാ രൂപം മറിച്ചു ഞാൻ. സൂര്യകിരീടം വീണുടഞ്ഞിട്ടില്ല, വീണുടയില്ല. കാരണം ഡയാന ചേടത്തിയാണ് മറിച്ചിട്ടത്. സ്നേഹത്തിൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഞാന്. നമുക്ക് നമ്മുടെ പുൽക്കൂട് ഇങ്ങോട്ടേക്ക് നിക്കാം. ഇത്തിരി നിക്കുന്നില്ല, ഇച്ചിരി ബാക്കിലേക്ക് പുഷ് ചെയ്തോട്ടോ ഞെട്ടി. മതിയില്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഈ ഒരു സൂത്രം മാറ്റി ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അത് അപ്പറേ ഹാങ് ചെയ്തു. ഇവിടെ ഒരെണ്ണം, എന്ത് 2 എണ്ണം ഉണ്ടായിരുന്നില്ല, ഒരെണ്ണം ഇവിടെ ഇതെന്താ ഒളിച്ചിരിക്കാ പാപ്പാ. ഇനിയിപ്പോ ഒരു കയർ വേണം. ഈ പങ്കന്റെ ബർത്ത്ഡേക്കല്ലായിരുന്നു നമ്മളിത് വാങ്ങിയതില്ലേ? അതന്നെ, പങ്കന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയത്. ഇങ്ങനെ എടുത്ത് അങ്ങനത്തെ കൂട്ട് ഇതുണ്ടായിരുന്നു, വള്ളിയൊക്കെ. കഷ്ണം കൂടി വേണല്ലോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളത് എടുത്താൽ മതി കേട്ടോ, എങ്കിലാണ് അങ്ങനെ. ക്യാമറ ഏതോ വഴിക്കാ. അതായത് ഇതെടുത്തോ, നടുക്കത്തെ അതില്ലേ, അതെടുത്തോ. അത് മതി ഗായ്സ്. അപ്പം നമുക്ക് ഈ സ്റ്റാർ നമ്മൾ ഡെക്കറേഷൻ നമ്മളെല്ലാം ഉപയോഗിക്കണം. അപ്പം നമ്മൾ വിഷുവിൻ്റെ സമയം അല്ല, വിഷുവിനല്ല ഓണത്തിൻ്റെ സമയത്ത് എല്ലാ പൂക്കളും നമ്മൾ പൂക്കളത്തിൽ ഇടണം എന്ന് പറയുന്ന പോലെ ഡെക്കറേഷൻ്റെ സമയത്ത് നമുക്ക് എന്തും ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. അതെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉപയോഗപ്രദമാക്കണം. ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ അപ്പം നമുക്ക് അതിങ്ങനെ സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉടായ്പ സ്വഭാവം പിടിച്ചോ.
ഞാൻ കടുങ്ങിട്ടിട്ട് വെക്കുക നന്നായി. ഇത്രേ ഉള്ളു പണി. പൊട്ടനല്ലേ? അതെ, ചോദിക്കണോ? ഏതോ വള്ളിയും പുള്ളിയും ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. പക്ഷെ ഈ മരം ഒരു പച്ച പിടിച്ചില്ല കേട്ടോ. അത് ഈ അമ്മയും അമ്മച്ചി ഞങ്ങള് സ്കൂളിൽ പോയ സമയത്ത് എന്തെന്നറിയോ, വെള്ള ചെത്തി ഉണ്ടാകുന്ന മേമി ആന്ധ്രന്ന് കൊണ്ടുവന്നാണോ? ആന്ധ്രയിലാണത്. ആന്ധ്രയിലായിരുന്നു. നല്ല രസമാണ്. ഒരു കൊട ഒരു റൗണ്ടില് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നപ്പോഴേക്ക് ഈ അമ്മ അതുകൊണ്ടോ വെട്ടിവെച്ച് പാടിയാ കാണിച്ചതുണ്ടോ. അതെന്താ വീടിന്റെ മുകളിലേക്കോ എന്തോ പറഞ്ഞിട്ട് അവർക്കന്ന് പ്രകൃതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ വന്ന് കരഞ്ഞു, വഴക്ക് പറഞ്ഞു. പിന്നെ മേലാൽ ഇതിൽ കൈ വെച്ച് പോയേക്കലും ഞാൻ പറഞ്ഞു. എത്ര വർഷം ഞാൻ 3-ാം പഠിക്കുമ്പോ വെട്ടിക്കളഞ്ഞ മരാണ്. ഇത്രയും നാളായിട്ട് ഇത് പൂക്കുമ്പോ നിറച്ചു പൂക്കളായിരിക്കും. നല്ല സ്മെല്ലും നിറച്ച് പൂക്കളും ആയിരിക്കും. അതേപോലെ നമ്മുടെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ? എനിക്ക് കാണാവോ അവിടെ ഫ്ലവറിനെ? നല്ല രസാണ് കേട്ടോ. അത് ഇത് ഇവിടെ എങ്ങനെ ചെയ്യട്ടെ? എങ്ങനെ ഇവിടെ എങ്ങനെ കെട്ടൂടെ? ഇതാ അവിടെ കെട്ടി. പക്ഷെ ഇവിടെ അതോ ഇത് ഇതിനകത്ത് തന്നെ കെട്ടിക്കോ. ഈ ചെമ്പരത്തിയിലോ ഈ കമ്പിലോ? അതിനകത്ത് തന്നെ കെട്ടിക്കോ. ഇത് മഞ്ഞപ്പൂണ്ട. അയ്യോ എല്ലാം ഇളകി ഇപ്പൊ കൊളാവോ എന്നിട്ട്. അയ്യോ ഇതിങ്ങനെ വരൂലേ? കുഴപ്പമുണ്ടോ? ഇങ്ങനെ വരും. ഒരു വള്ളിയും കൂടെ ഏച്ച് കെട്ടുന്നാല് ഇങ്ങനെ ഇത്രയും താഴൂലേ? അങ്ങനെ ശരിയാവോ? അത് താഴണം. കുറച്ച് താന്നാണ് കിടക്കേണ്ടത്. അതായത് ഞാൻ പറയാം, ഇത്രയും താന്നാ പോരെ? ഈ ലെവൽ ഹൈറ്റില് മതി. ഇത്രയും ഓക്കെ. കെട്ടാൻ പറ്റുമോ? കെട്ടാൻ പറ്റും. നാട്ടിനെ പോലെ പൊട്ടം കെട്ടൊന്നല്ല കെട്ടുന്നത്. അതെനിക്കറിയാം. ഞാൻ വെടിക്കട്ടാ. അതെ, ഞാൻ അല്ലല്ലേ പൊട്ടം കെട്ട. ഓക്കെ, അപ്പൊ 2 എണ്ണം നമ്മള് സൂത്രം ശരിയാക്കിയിട്ടുണ്ട്. അതെ, അപ്പം നമ്മുടെ പുൽക്കൂട് ഡെക്കറേഷൻ ഇത്രേ ഉള്ളൂ. മോസ്റ്റ് ആയിട്ട് ഇത്രയും നമ്മുടെ സ്റ്റാറുകൾ വയലറ്റ് സ്റ്റാർ എടുക്ക്. അത് കെട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. അതെവിടെയാ? അത് ഇവിടെ തൂക്കിയിടും. ഇതൊക്കെ ഇവിടെ നോക്ക്. ഇവിടെ സ്റ്റാർ ഉണ്ടാം. ഈ പ്രാവശ്യം പക്ഷെ സ്റ്റാറുകളൊന്നും വാങ്ങിയില്ല കേട്ടോ. സത്യം. എങ്ങാനും പുറത്ത് പോയാല് നോക്കായിരുന്നു അല്ലേ? അതന്നെ. പക്ഷെ മൂക്കത്തായി പോകുന്നതാണ്. അതാണ് പ്രശ്നം. അതായി മസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അയ്യോ ഓക്കെ. മീൻകാരനെ പറ്റിച്ചു കൈസേ. എന്നാന്നറിയോ, ഞാൻ 50 രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ട് ചേട്ടൻ എനിക്ക് 3 മത്തി തന്നു കിട്ടും. ഇവിടെ മത്തിക്ക് ഇപ്പം 100 രൂപയാണ് കിലോയ്ക്ക്. എന്നിട്ട് ഇല്ലേ മത്തി വാങ്ങിയിട്ട് 3 മത്തി തന്നെ പറ്റിച്ചു. ഞാനത് വാങ്ങി അങ്ങ് പോരുകയും ചെയ്തു. ഇവരുടെ എല്ലാവരും നല്ല ചുട്ട വഴക്കം കേട്ടു. പിന്നെ മേല വാങ്ങിയിട്ടില്ല മീൻ. മീൻ വേണ്ട. പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ മീനാണ് പിന്നെ നമുക്ക് ഓക്കെ. ഇത്രയും പോകുന്ന മത്തി 3 എണ്ണേ. അതെ, നമുക്ക് ഫ്രഷ് മീൻ കിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് കടൽ അല്ലെങ്കിൽ വല്ല നമ്മൾ തന്നെ പോയി കുളത്തിലോ പുഴയിലൊക്കെ പോയി പിടിക്കേണ്ടി വരും. അത് തന്നെ. അതെ, ഇച്ചിരി ഒരു ഹൈറ്റില് വേണം. ഞെറ്റി ഒരു മീഡിയം ഹൈറ്റില്. ഹൈറ്റ് വേണമെങ്കിൽ കയറ് വേണം. ഇതോ ഞാൻ ക്യാമറ എങ്ങോട്ടൊക്കെയാ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വാവാച്ചേനെ ക്യാമറമാനാക്കി നിർത്തരുത്. പക്ഷെ ഒരു കാര്യ പൈങ്കിളിയിൽ നിർത്തിയാലും ഇത് തന്നെ അവസ്ഥ. ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെ അവസ്ഥ. കാരണം കുറ്റം പറയാൻ പറ്റില്ല. എന്താ അറിയോ, നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മള് മുഴുകിപ്പോവും. അതന്നെ. അല്ല വല്ല ക്യാമറ സ്റ്റാൻഡ് വരയ്ക്കണം. അല്ലെങ്കിൽ നമുക്കൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറ വേണം. അതന്നെ 360 ഡിഗ്രി പോലെയാ. പോക്കറ്റ് 3, പോക്കറ്റ് 4 ഒക്കെ പോലെ. ഇല്ല, അതാണ് പിന്നെ അവിടെ വെച്ചാൽ മതി, തന്നെ തിരിഞ്ഞോളും. അതിന് കുറച്ച് ഹൈറ്റ് ഇല്ലെന്നൊരു കുഴപ്പമുള്ളൂ അല്ലേ ഞെട്ടി? എന്തിനാ? പോക്കറ്റ് 3ക്കും 4നും ഒക്കെ നല്ല കാര്യല്ലേ. അല്ല, നമ്മളിപ്പോ താഴെ അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു മീഡിയം ഹൈറ്റില് സ്റ്റാൻഡ് വേണം. അത് തന്നെ. നമ്മളെല്ലാം ഒന്ന് ഓർഡർ ആക്കി വരാന്ന് പറയുന്നത് പാടുള്ള
എന്താ പറഞ്ഞത്? നമ്മളോടാണ് പറഞ്ഞത്. സ്റ്റാറിന്റെ തലക്കാരോ അടി വെച്ചു കൊടുത്ത പോലെ. സത്യം ചട്ടിത്തലയായിപ്പോയി. ചട്ടിത്തലയായിപ്പോയി. ചട്ടി സ്റ്റാർ ആണോ? പൊട്ട സ്റ്റാർ ആക്കിയത്. ഇതാണ് നമ്മളെ മെനക്കെടുത്തണല്ലോ. നിങ്ങൾ കണ്ടതല്ലേ ഇപ്പൊ ഇത് റെഡി ആയിരുന്നു. നമുക്ക് ഒരു വേലക്ക് ഇരുവേല എന്റെ വായിൽ നല്ലത് വരുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ഗായ്സ് പേടിക്കും. വേണ്ട, അത് പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പിന്നെ വെറുതെ നല്ല വർത്താനം പറയണ ഭാഗത്ത് ചീത്ത വർത്താനം പറയാൻ പാടില്ല. ചേട്ടനെ വിളിച്ചു വരുത്തുന്നു. നമ്മള് നല്ലത് പറയാം. അത് കാരണം ഞാൻ പറയും, നല്ലതു കാണേണം, നാം നല്ലതു കേൾക്കണം, നാം നല്ലതു ചൊല്ലേണം, നാം നല്ലവരാവേണം. സത്യം കാണേണം, നാം സത്യം കേൾക്കണം, നാം സത്യം ചൊല്ലേണം, നാം സന്മയരാവേണം. സന്മയരായതാണ് ഈ കാണുന്നത്. ഈ മണ്ടൻ സ്റ്റാർ ശരിയാവും തോന്നുന്നില്ല കേട്ടോ. ഇതിപ്പോ ഒരു കണക്കിനാട്ടോ ഇരിക്കുന്നത്. ഇത് അനങ്ങാതിരിക്കുന്നുണ്ട് മാറ്റി. ഇനിയിപ്പോ ചിലപ്പോ അനങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ജീവൻ വെക്കുന്നതാണെങ്കിൽ തല വീണ്ടും ചട്ടിയായി പോവും. അതെ, അപ്പൊ ഞങ്ങളിത് വേഗം കെട്ടിട്ടോ. നമ്മൾ സ്റ്റാർ മാറ്റി ഗൈസ്, കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചത്. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ നല്ലവരാകേണ്ട കാര്യം? ഞങ്ങൾ നല്ലവരാവാൻ നിന്നതാ, അപ്പോഴാണ് ഞങ്ങൾ സ്റ്റാർ മാറ്റിയത്. അതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യുദ്ധം നടന്നേനെ. അതെ, സ്റ്റാർ ചിലപ്പം മേഘോ സ്നോയോ ഒക്കെ ആയേനെ. അയ്യോ, മേഘങ്ങളൊക്കെ ഇടാന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. മേഘങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി ബിസി ഉണ്ട്, മഴ പെയ്പ്പിക്കാനുള്ളത്. പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അല്ല, അതിനെ മറയുന്നുണ്ടോ ഞെട്ടി? ഒരു കാര്യം ചെയ്യാം, ഇത് കുഴപ്പമില്ല, മറയുന്നുണ്ട് ഇച്ചിരി. അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ. അതിൻ്റെ തല കുമ്പിട സമയമായിപ്പോയത്. വലിയ കുഴപ്പമില്ല അല്ലേ? അല്ലേ, കുമ്പിട സമയം പോലില്ല, കുമ്പിട്ട് താഴെ വരെ. ടൈറ്റിൽ കെട്ടാത്തന്നെ കുഴപ്പമാണോ? അതെന്തോരം ടൈറ്റ് ചെയ്താലും അങ്ങനെ ആവുള്ളൂ, അതാണ് ഒരു വലിയ പ്രശ്നം. മനുഷ്യന്റെ കൈ ഒന്നാമത്തെ മരച്ചിരിക്കുക. അത് തന്നെ, ഇടയ്ക്ക് എനിക്ക് വയ്യ, അതൊക്കെ മതി അല്ലേ? പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ ശരിയാക്കും. അതായത് അഴിച്ചിട്ട് റെഡിയാക്കും. ഓക്കെ, റെഡി ആയില്ലേ? നോക്കിക്കേ, ക്യാമില് നോക്ക്. എന്റെ ദൈവം, ഇത് പോരെ വാവാച്ചി, പിന്നെ എന്താ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? Wow, glamoke, wow, ഇത് പ്യോളി. അതാ ഗബ്രിയേൽ ഉറങ്ങുന്നു. ഷോ, ഇത് കണ്ടില്ല. അമ്മേ, ഗബ്രിയേൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയോ മാലാക? ഓക്കെ, ഇപ്പൊ സ്ലീപ്പ് ആണുള്ള സമയമല്ല, ഇപ്പൊ വർക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? നമ്മുടെ യേശുദേവനെ അനുഗ്രഹിക്കൂ. അതെ, ഇപ്പൊ തൊട്ട് ലാസ്റ്റ് വരെ. ഗ്ലോറിയ പറന്ന് പറന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, എല്ലാരും ഉണ്ടോ? അതെ അതെ, ഹാജർ ഹാജർ. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുൽക്കൂട് ക്യാമറമാൻ, കമോൺ കമോൺ, ആഹാ ആഹാ, വാ കാണിക്കൂ. നമ്മുടെ മോസ്റ്റ് അടിയെന്ന് കാണിക്കണം. ഇവിടുന്ന് ഇങ്ങനെ പോണം. ഇതുണ്ട് ഇങ്ങനെ. യെരൂശലേം നായകാ പലർത്തൻ വിമോചകാ, അഭയമായി പ്രകാശമായി ബേത്ലഹേം നഗരിയിൽ കുളിരു പൊഴിയുമിരവിലായി വെറുമൊരു പുല്ലിൻ വേരയിലായി ഇരുളിൽ തെളിയും മെഴുകുതിരിപ്പോൾ ജാതനായൊരൻ യേശുവേ, 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 യേശുവേ. നായകനാണ് പാടിയത്. പാട്ട് പാടിയത്. അപ്പം നമ്മളങ്ങനെ പുൽക്കൂട് അവിടെ ഇനി അപ്പൊ എനിക്ക് അപ്പൊ നമുക്കിനി നൈറ്റ് വ്യൂ ആണ്. ഗായ്സ്,
നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതെന്താ ഡേ വ്യൂ മാത്രമേ ഉള്ളൂ? നൈറ്റ് വ്യൂവിൽ നമുക്ക് ലൈറ്റ് ഒക്കെ നല്ല പൊളിയാക്കി കാണിച്ചേ. നൈറ്റിലെ വ്യൂ ആയിരിക്കും അടിപൊളി. അപ്പൊ നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നൈറ്റ് വ്യൂവും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ രാത്രി വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഡേ ടൈമിൽ നമ്മുടെ പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഗായ്സ്? അപ്പൊ നൈറ്റ് വ്യൂ കാണണ്ടേ? ഗോ ഗായ്സ്, അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിന്റെയും നമ്മുടെ പുൽക്കൂടിന്റെയും നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടപ്പോ രാത്രിക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ട്രെയിനിന്റെയും പുൽക്കൂടിന്റെയും മോസ്റ്റ് പുൽക്കൂടിന്റെ ഒക്കെ വ്യൂ ഞാൻ നിങ്ങൾക്ക് നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുൽക്കൂടിനൊരു ട്രെയിൻ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുൽക്കൂടിന്റെയും ട്രെയിനിന്റെയും മോസ്റ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണണ്ടേ? അപ്പോൾ സത്യം പറഞ്ഞാൽ നോക്കി ഈ ലൈറ്റ് ഫ്ലാഷ് അടിച്ചതിന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നോക്ക്, ഇങ്ങനെയാണ് ശരിക്കും ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയാണ് നമ്മൾ ഈ പുൽക്കൂട് നേരിട്ട് കാണുമ്പോൾ. സത്യം പറയാലോ, നമ്മൾ ക്യാമറയിൽ കാണുന്നത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്നതിന്റെ പകുതി മുക്കാല് പോലും ഇല്ല അല്ലേ? ചെറിയൊരു പെർസെന്റേജ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. നമ്മൾ നേരിട്ട് കാണുന്നതിന്റെ അത്രയും ഒന്നും വരില്ല. നമ്മളെ കണ്ണും കൊണ്ട് നമ്മൾ അത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു ക്യാമും ഈ ലോകത്തിലില്ല. അപ്പം നമ്മളെ ആയാലും അതെ, അതുപോലെ നമ്മൾ ഈ സാധനങ്ങളെ അതെ, കാരണം ക്യാമറയ്ക്ക് പോലും ക്യാപ്ചർ ചെയ്തിട്ട് സത്യം പറയട്ടെ കണ്ണും കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. നമ്മൾ വിചാരിച്ചില്ല നമ്മൾ മേക്ക് ചെയ്ത് ഇത്രയ്ക്ക് ഒരു സുന്ദരകരമായ സൂത്രമാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ ഗൈസ് ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ട്രെയിനിന്റെ ഒക്കെ വ്യൂ അവാജി നടന്നുകൊണ്ട് നമ്മളെ കാണിച്ചുകൊണ്ട് തരും. അപ്പൊ അവാജി നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ നമ്മുടെ ട്രെയിനിന്റെയും അതേപോലെ തന്നെ നമ്മുടെ പുൽക്കൂടിന്റെ ഒക്കെ വ്യൂ എല്ലാവർക്കും ഒന്ന് കാണണ്ടേ? വരൂ കാണാം.
ഗായ്സ് അപ്പം നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള പുൽക്കൂടിന്റെ വീഡിയോ എല്ലാവർക്കും അയ്യോ ചേടാ അത് മറിഞ്ഞു കിടക്കുന്നോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാ ഉരുണ്ടു പോകുന്നു വീണ്ടും. അപ്പം നമ്മുടെ പുൽക്കൂടിന്റെ വീഡിയോ എല്ലാവർക്കും മോസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയാ, അയ്യോ ഇത് ഇരിക്കുന്നില്ലല്ലോ മറ്റേ ഓക്കെ. അപ്പൊ പുൽക്കൂടിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും എന്റെ പുൽക്കൂട് ഇഷ്ടമായിരുന്നു ഇരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഐഡിയ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലേ പറ്റി? അതെ, കാരണം നമ്മൾ അത്ര സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പം വേണ്ടവർക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഉള്ളിൽ നമുക്ക് എന്താ പറയാ, ഉള്ളിൽ നമ്മൾ കൂടുതൽ കുറച്ചും കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യായിരുന്നു അല്ലേ? ഇപ്പോഴൊന്നും ചെയ്തില്ല. അപ്പൊ നമുക്ക് അതൊക്കെ നെക്സ്റ്റ് ടൈമിലേക്ക് ചെയ്യാം. അപ്പോൾ നല്ല മോസ്റ്റ് ആയിട്ട് നമ്മുടെ പുൽക്കൂടും അതുപോലെ തന്നെ നമ്മുടെ ട്രീയും നമ്മൾ സൂപ്പർ പൊളിയായിട്ട് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്രിസ്മസ് നമുക്ക് ഇതിലും സൂപ്പർ കൂളായിട്ടുള്ള ഓരോ വർഷത്തെ ക്രിസ്മസും പല പല വെറൈറ്റി ആണ് അല്ലേ മാറ്റി? അപ്പൊ നിങ്ങൾക്ക് ഈ പ്രാവശ്യം മോസ്റ്റ് വെറൈറ്റി ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയാ, നിങ്ങൾക്ക് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള പുൽക്കൂട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഞാൻ ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നിങ്ങൾ ആരെ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ പുറകെ ഞാൻ കാണാൻ മറക്കരുത്. ഞാൻ ഇത് കഴിഞ്ഞ പാടായിട്ട് ട്രീ ഡെക്കറേഷൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗായ്സ് നിങ്ങൾ ആരും ഒന്നും മിസ് ചെയ്യരുത്. അപ്പം മോസ്റ്റ് ആയിട്ട് നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ക്രിസ്മസ് വ്ലോഗ് വരുന്നുണ്ട്. നമ്മുടെ ഒപ്പം ന്യൂ ഇയർ വ്ലോഗ് ഒക്കെ വരുന്നുണ്ട്. ക്രിസ്മസ് വ്ലോഗിന് എല്ലാവർക്കും വായിന്ന് വെള്ളം തിരിക്കണം, കുട പിടിച്ചോട്ടോ. നമ്മുടെ അതെ, നമ്മുടെ ക്രിസ്മസ് വ്ലോഗിന് മോസ്റ്റ് ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. കാരണം നമ്മള് വരാനുള്ള പൂരം നമ്മൾ അറിയിക്കണേ. വരാനുള്ള പൂരം എന്തിനും തലയോട്ടെ. അപ്പൊ ഗായ്സേ നമ്മുടെ പുൽക്കൂട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ട്രീ ഡെക്കറേഷൻ വ്ലോഗിലൂടെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.